السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഫിഖ്ഹ് പഠന ക്ലാസ്സിൽ കിതാബുസ് സ്വലാ നിസ്കാരം എന്ന ഭാഗത്ത് സിഫത്തുസ് സ്വലാ നിസ്കാരത്തിൻ്റെ രൂപം എന്ന അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 6 ഫസ്ലുകൾ പഠിച്ചു കഴിഞ്ഞു. അവസാനമായി പഠിച്ചത് നിസ്കാരത്തിൽ കൈ വെക്കേണ്ട രൂപവും സ്ഥലവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഇനി 7ാമത്തെ ഫസ്ലു സാബിർ മൗദിഉ നദുലിൽ മുസല്ലി എന്നതാണ്. നിസ്കരിക്കുന്നവൻ നോക്കേണ്ട സ്ഥലം. നിസ്കാരത്തിൽ എവിടേക്കാണ് നോക്കേണ്ടത്, മറ്റിടത്തേക്ക് നോക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഈ അധ്യായത്തിൽ വരുന്ന ചർച്ച. പേജ് 236 മസ്അല 1668 മസ്അലയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മൗദിഉ നദ്ലിൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ നോക്കേണ്ട സ്ഥലം. 1668 മസ്അല യുസ്തഹബ്ബു അൻ യൻദുറൽ മുസല്ലി ഹാല ഖിയാമിഹി വഫി ജമീഇ ഹാലാത്തി സ്വലാത്തി ഇലാ മൗദിഇ സുജൂദിഹി. യുസ്തഹബ്ബു സുന്നത്താണ്, ഐ യൻദുറൽ മുസല്ലി നിസ്കരിക്കുന്നവൻ നോക്കുക എന്നത് സുന്നത്താണ്. ഹാല ഖിയാമിഹി അവൻ നൃത്തത്തിൻ്റെ അവസരത്തിൽ, വഫി ജമീഇ ഹാലാത്തി സ്വലാ നൃത്തത്തിൽ മാത്രമല്ല നിസ്കാരത്തിൻ്റെ എല്ലാ അവസ്ഥയിലും അവൻ നോക്കൽ സുന്നത്താണ്. എങ്ങോട്ട്? ഇലാ മൗദിഇ സുജൂദിഹി സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കൽ അവന് സുന്നത്താകുന്നു എന്നാണ്. അവൻ നിസ്കാരത്തിൽ എവിടേക്ക് നോക്കണം എന്നതിന് ഒറ്റുത്തരം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് എന്നാണ്. വഹാദ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ അഭിപ്രായം നിസ്കരിക്കുമ്പോൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. എന്തുകൊണ്ട്? ലിഅന്നഹു അദ്അ ലിൽ ഖുശൂഅ്, ഖുശൂഇന് ഏറ്റവും പ്രേരകമായ അവസ്ഥ അതാകുന്നു. അതാണ് കാരണം പറഞ്ഞത്. അതിന് തെളിവ് അദ്ദേഹം പറഞ്ഞില്ല. ഈ വിഷയത്തിൽ ഹദീസുകൾ ഉണ്ടെങ്കിലും വ്യക്തമായി സ്വരീഹായി സുജൂദ് ഭാഗത്ത് നോക്കണം എന്ന് പറയുന്ന ഹദീസുകളെല്ലാം ദുർബലങ്ങളാണ്. ഹദീസ് പലതും വന്നിട്ടുണ്ട്, പക്ഷെ അവയെല്ലാം ദുർബലങ്ങളാണ്. സനദ് കൊണ്ട് സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഒറ്റ റിപ്പോർട്ടുണ്ട്, അതാവട്ടെ മുർസലുമാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് ഒരു താബിഈ ഖാദ റസൂലുള്ളാഹി എന്ന് പറയും. ഇബ്നു സീരീൻ എന്ന താബിഈ ഖാദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചതാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ ഇബ്നു സീരീന് ശേഷം ആര് എന്നത് കിട്ടിയിട്ടില്ല. സ്വഹാബി ആണെങ്കിൽ സ്വീകാര്യമാണ്, സ്വഹാബി തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. അതല്ലാത്ത ബാക്കിയെല്ലാം സ്വീകാര്യമാണ്. ഇബ്നു സീരീൻ മുതൽ ഇങ്ങോട്ട് അത് റിവായത്ത് ചെയ്യപ്പെട്ടത് വരെയുള്ള സനദൊക്കെ സ്വഹീഹാണ്. പക്ഷേ ഇബ്നു സീരീൻ ഖാദ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുർസൽ എന്ന ഗണത്തിലാണ് വരിക. മുർസൽ നിരുപാധികം സ്വീകാര്യമല്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. എപ്പോഴും ദഈഫിന്റെ ഗണത്തിലാണ് മുർസലിനെ എണ്ണിപ്പോകാറുള്ളത്. അത് നിരുപാധികം സ്വീകരിക്കാൻ പറ്റില്ല, നിരുപാധികം തള്ളേണ്ടതും അല്ല. അതിന് ഒരർത്ഥത്തിൽ അതിനൊരു ബലമുണ്ട്. ചില ഘട്ടങ്ങളിൽ മുർസൽ തെളിവായി സ്വീകരിക്കുന്ന പണ്ഡിതന്മാരുമുണ്ട്. മറ്റൊന്നുമില്ലാത്തരത്തിൽ ആയത്തില്ല, സ്വഹീഹ് ഹദീസുകളൊന്നുമില്ല, അതിന് മറ്റ് ഇജ്മാഉ ഖിയാസൊന്നും കിട്ടാനില്ല. അത്തരം ഘട്ടങ്ങളിൽ ഇത്തരം മുർസലുകളെ സ്വീകരിക്കുന്നവരൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. ഹനഫി മദ്ഹബിൽ മുർസൽ നിരുപാധികം സ്വീകാര്യമാണ് താനും. ഷാഫി മദ്ഹബിൽ സ്വാഭാവികം സ്വീകാര്യമാണ്, നിരുപാധികം സ്വീകാര്യമല്ല, ഉപാധിയോടുകൂടി സ്വീകരിക്കപ്പെടുന്ന അവസ്ഥകൾ ഉണ്ട് താനും.
ഏതാണെങ്കിലും അത്തരം റിപ്പോർട്ടാണ് ആ വിഷയത്തിൽ ഉള്ള ഏക അവലംബം. അല്ലാത്തവയൊക്കെ സ്വഹിയായി സ്ഥിരപ്പെട്ടു വന്നവയല്ല. എന്നാൽ ഏകദേശം മുസ്ലിം ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എല്ലാവരും ഇത് പറയുകയും ചെയ്തു. ഏതാണ്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ ഹുക്മ പറഞ്ഞു, നിസ്കാരത്തിൽ സുജൂദ് സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. അപ്പം അതിനൊരു അസലുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ വ്യക്തമായി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഒരു ദലീൽ അങ്ങനെ പറയാൻ ഇല്ല. സാധാരണ നമ്മൾ ഈ വിഷയമൊക്കെ പറയുമ്പോൾ മുസ്ലിം പറയുമല്ലോ ലിമാസബത്തൻ നബി എന്ന് പറയും. ഇവിടെ ഇത് പറയാനില്ല. അതുകൊണ്ടാണ് ലി അന്നഹു അത് ആയതിൽ ഖുശൂ എന്ന് പറഞ്ഞത്. ഖുശൂവിന് ഏറ്റവും യോജിക്കുന്ന രൂപം അതാകുന്നു. ഖുശൂ നിർബന്ധമാണല്ലോ. അപ്പം ആ ഖുശൂവിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എവിടെ നോക്കി നിൽക്കുന്നതേറെ ഖുശൂ കിട്ടേറ്റവും നല്ലത് സുജൂദ് സ്ഥാനത്തേക്ക് നോക്കലാണ് എന്ന കാരണത്താൽ അത് സുജൂദാണ്, അത് സുന്നത്താണ് എന്നാണ് പറഞ്ഞത്. അവിടെ നമ്പർ 1 കാണാം. ഫഹു മദ്ഹബുൽ ഹനഫിയ്യത്തി വശാഫിഇയ്യത്തി വൽ ഹനാബിലത്തി ഹാദിൽ ഖിയാം. കണ്ടോ, ഹനഫികൾ, ഷാഫികൾ, ഹംബലികൾ അവരൊക്കെ നൃത്തത്തിനവസ്ഥയിൽ സുജൂദ് സ്ഥാനത്തേക്ക് നോക്കണം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി മദ്ഹബിൽ മാത്രമാണ് അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഖിബലയുടെ ഭാഗത്തേക്ക് നോക്കുകയാണ്. ഖിബലയുടെ ഭാഗത്തേക്ക് നോക്കാം, അപ്പോൾ നിസ്കരിക്കാൻ ഈ ചുമരിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ഖിബലയുടെ ഭാഗത്തേക്ക് നോക്കാം എന്നാണ് മാലിക് മദ്ഹബിലുള്ള ഒരു അഭിപ്രായം. പിന്നെ കാണാം അജ്മഅൽ ഉലമാ ഖാല ഫിൽ മജ്മൂഇ ശർഹ് മുഹദ്ദബിൽ നവവി ഇമാം റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, അജ്മഅൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിൽ ഖുശൂഇ വൽ ഖുദൂഇ ഫി സ്വലാത്തി വഗദ്ദിൽ ബസർ അമ്മാ യുൽഹി. നിസ്കാരത്തിൽ ഖുശൂഉം ഖുദൂഉം സുന്നത്താണ് എന്നും അതേപോലെ അശ്രദ്ധമാക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കണ്ണടക്കണമെന്നതും അതും സുന്നത്താണ്. ശ്രദ്ധ തിരിക്കുന്ന വല്ലതും കണ്ടാൽ അവിടെ കണ്ണ് ചിമ്മുക, അതും സുന്നത്താകുന്നു. വകറാഹത്തുൽ ഇൽതിഫാത്തി ഫി സ്വലാ, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ കറാഹത്താണ് എന്നതിലും ഇജ്മാ ഉണ്ട്. വതഖരീബി നദരിഹി വഖസ്ദിഹി അലാ മാ ബൈന യദൈഹി, മുന്നിലേക്ക് മാത്രം നോക്കുന്ന സുന്നത്താണ് എന്നതും ഇജ്മാ ഉണ്ട്. സുമ്മ ഫീ ദബ്തിഹി വജ്ഹാനി, കണ്ടോ, മുന്നിലേക്ക് നോക്കണം. പക്ഷെ മുന്നിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ മുന്നിൽ എവിടേക്ക്, അതിൽ 2 അഭിപ്രായമുണ്ട് എന്ന് നവവി ഇമാം ശർഹ് മുഹദ്ദബിൽ. 1 അസഹ്ഹുമാ, ഏറ്റവും സ്വഹീഹായത്, വഹുവ യസ്മ ബിഹിൽ മുസന്നിഫു വസാഇൽ ഇറാഖിയീന വജമാഅത്ത് മിൻ ഗൈരിഹിം, അതാണ് ഏറ്റവും സ്വഹീഹായത്. അതാണ് മുസന്നിഫ് ഗ്രന്ഥകർത്താവ് ഉറപ്പിച്ചു പറഞ്ഞതും. ഗ്രന്ഥകർത്താവ് ഉദ്ദേശിച്ചത് ഇമാം ഷിറാസി. നവവി ഇമാം മജ്മൂ ശർഹ് മുഹദ്ദബ് ഇമാം മുഹദ്ദബിന്റെ ശർഹാണ്. മുഹദ്ദബ് എഴുതിയ ഇമാം ഷിറാസിയാണ്. ഇമാം ഷിറാസിയുടെ മുഹദ്ദബിന് നവവി ഇമാം എഴുതിയ വ്യാഖ്യാനമാണ് ശർഹ് മുഹദ്ദബ്. അപ്പോൾ ഖാലൽ മുസന്നിഫ് എന്ന് നവവി ഇമാം അവിടെ പറഞ്ഞാൽ ഉദ്ദേശം ഇമാം ഷിറാസിയാണ്. എല്ലാ സ്ഥലത്തുതാവൂല. ശർഹ് മുഹദ്ദബിൽ ഖാലൽ മുസന്നിഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം ഇമാം ഷിറാസിയാണ്. അപ്പോൾ അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതും അതാണ്. മറ്റു ഇറാഖി പണ്ഡിതന്മാരും അല്ലാത്ത പണ്ഡിതന്മാരും പറഞ്ഞതും അതാണ്. അതെന്താണ്? അന്നഹു യജ്അലു നദറഹു ഇലാ മൗദിഇ സുജൂദിഹി ഫീ ഖിയാമിഹി വഖുഊദിഹി, നൃത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞത്, അതാണ് കൂടുതൽ സ്വഹീഹായത്, അതാണ് പലരും ഉറപ്പിച്ച് പറഞ്ഞതും എന്ന് നവവി ഇമാമും എടുത്തു പറയുന്നു. പിന്നെ അത്തഹിയാത്തിൽ വിരൽ നീട്ടുമ്പോൾ വിരലിലേക്ക് നോക്കണം എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ നൃത്തത്തിൽ മാത്രം ഇങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒക്കെ വ്യത്യാസം പറഞ്ഞവരുണ്ട്. പക്ഷെ അതാണ് ജുംഹൂർ എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കണമെന്നാണ്. എന്നാൽ നിസ്കരിക്കുന്ന ആൾ നോക്കി ഈ ഖിബലയിലേക്ക് നോക്കിയാൽ ഫലാ ഹറജ, തെറ്റൊന്നുമില്ല. സുജൂദിലേക്ക് നോക്കാതെ ഖിബലയുടെ നേരെ നോക്കിയാൽ തെറ്റായ കാര്യമൊന്നുമല്ല. ലിവുറൂദി മാ യദുല്ലു അലാ ദാലിക ഫി സുന്നത്തി, തെറ്റില്ല എന്നെങ്ങനെ പറയും? തെറ്റില്ല പറയാൻ ന്യായം വല്ലതും ഉണ്ടോ? ലിവുറൂദി വന്നിട്ടുള്ളതിനാൽ മാ യദുല്ലു അലാ ദാലിക, അങ്ങനെ നോക്കാമെന്ന് അറിയിക്കുന്നത് ഫി സുന്ന, ഹദീസിൽ വന്നിട്ടുണ്ട്. നിസ്കാരത്തിൽ അങ്ങനെ ഖിബലയുടെ ഭാഗത്തേക്ക് നോക്കാം എന്നതിന് ചില സൂചനകളൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് പ്രകാരം ഒരാളങ്ങനെ ഖിബലയിലേക്ക് നോക്കിയാൽ നിസ്കാരം ബാത്തിലാവൂല. ആ നോട്ടം തെറ്റായ നോട്ടവുമല്ല. നമ്പർ 4 കണ്ടോ, അവിടെ കുറച്ച് ഹദീസ് കൊടുത്തിട്ടുണ്ട്. 1 റവൽ ബുഖാരിയു, ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ 374-ാമത്തെ ഹദീസ്. അനസ് ഇബ്നു മാലിക് ഖാല കാന ഖിറാമു ലിആയിഷ സത്രത ബിഹി ജാനിബ ബൈതിഹ, ആയിഷ റളിയല്ലാഹു അൻഹ വീടിൻ്റെ ഒരു ഭാഗത്ത് ഒരു വിരിപ്പ് കൊണ്ട് ഇങ്ങനെ മറച്ചിരുന്നു. അപ്പം നബി അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കും. അപ്പം നബി നിസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമീതി അന്നി ഖിറാമക്കി ഹാദാ, എൻ്റെ ഈ വിരിപ്പ് നിർത്തി ഒഴിവാക്കി. ഫൈനഹു ലാ തസാലു തസാവീറുഹു തഅരിദു ഫീ സ്വലാത്തി,
അതിൻ്റെ ആ ചിത്രപ്പടയൊക്കെ പടങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ മനസ്സിലേക്ക് വരികയാണ്, അവിടെ ആ വിരിപ്പിൽ നീക്കുക എന്ന് പറഞ്ഞു. അതിനെങ്ങനെ മനസ്സിലായി? അപ്പോൾ സുജൂദ് സ്ഥാനത്തേക്ക് മാത്രം നോക്കുകയാണെങ്കിൽ മുമ്പുള്ള വിരിപ്പ് കാണുമല്ലോ. അപ്പം നബി നിസ്കാരത്തിന് മുമ്പിൽ തൂക്കിയ വിരിപ്പ് കാണുന്നു, ആ ചിത്രപ്പണികൾ നബി കണ്ടപ്പെടുന്നു, അത് നബിയുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അപ്പം നബി ഞങ്ങൾ പറഞ്ഞു ആ വിരിപ്പൊന്ന് ഒഴിവാക്കി. അപ്പം അങ്ങനെ നോക്കിയാൽ നിസ്കാരത്തിന് ഈ നോട്ടം കൊണ്ട് കുഴപ്പമില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല വഖദ് ബവ്വബൽ ബുഖാരിയു, ഇമാം ബുഖാരി അവിടെ അധ്യായം തന്നെ നൽകി, ബാബു റഫ്ഇൽ ബസ്രി ഇൽ ഇമാമി ഫിസ്സലാ എന്ന ഒരു അധ്യായം സ്വഹീഹ് ബുഖാരിയിലുണ്ട്. നിസ്കാരത്തിൽ ഇമാമിൻ്റെ നേരെ നോട്ടം തിരിക്കൽ എന്ന അധ്യായം തന്നെ ഉണ്ട്. അപ്പം പാടില്ലെങ്കിൽ അങ്ങനെ ബാബ് കൊടുക്കൂല. എന്നിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുകയും ചെയ്തു, വറവാ ഐനൻ അൻ അബീ മഅ്മർ ഖാല ഖുൽനാ ലി ഖബ്ബാബ്, അബൂ മഅ്മർ പറയാണ്, ഞങ്ങൾ ഖബ്ബാബിനോട് ചോദിച്ചു, അകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ഫിൽ ളുഹ്രി വൽ അസ്രി, ളുഹറിലും അസ്റിലും നബി തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നുവോ എന്ന് ഞങ്ങൾ ഖബ്ബാബിനോട് ചോദിച്ചു. ഖാല, അപ്പം ഖബ്ബാബിന് അടുത്ത് പറഞ്ഞു, നഅം, അതെ, നബി ളുഹറും അസ്റിലൊക്കെ ഖുർആൻ ഓതലുണ്ട്. അപ്പം ഞങ്ങൾ അടുത്ത ചോദ്യം, ബിമാ കുന്തും തഅരിഫൂന, അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? പതുക്കല്ലേ, ഉറക്കമൊന്നുമില്ലല്ലോ. അപ്പം നബി അങ്ങനെ ഓതാറുണ്ട് എങ്ങനെ മനസ്സിലായി? ഖാല, അപ്പം അദ്ദേഹം പറഞ്ഞു, ബിൽതിറാബി ലഹ്യതിഹി, ഇവിടെ താടി ഇങ്ങനെ ഇളകുന്നത് ഞങ്ങൾ കാണുമായിരുന്നു. അപ്പം ഇമാമ് നിൽക്കുന്നു, ഇമാമ് ഓതുമ്പോൾ താടി ഇങ്ങനെ ഇളകുന്നു, അത് മഅ്മൂം വേക്കുന്നത് കാണുന്നു. അപ്പം എന്ത് മനസ്സിലായി? മഅ്മൂം ഇമാമിനെ നോക്കിയിട്ടുണ്ട്. അതെ, അത് പിന്നെ ഇതിന് പുറത്താണ്, അത് നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കിയതാണ്, അത് നിസ്കാരത്തിൽ നോട്ടമല്ല, അത് നിസ്കാരത്തിൽ പെടാത്തൊരു എക്സ്ട്രാ നോട്ടമാണ്, അത് വേറെ, അത് വകുപ്പ് വേറെയാണ്. ഇൽത്തിഫാത്ത് ഫി സ്വലാ, നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കൽ അത് വകുപ്പ് വേറെയാണ്. അത് നബി പിന്നെ നബിനെ കൂടെ നിസ്കരിക്കും, അപ്പം നബി എന്നെ നോക്കുന്നുണ്ട്, അത് ഞാൻ നോക്കും എന്നാണ് പറഞ്ഞത്. അത് ബഹിഷ്കരണം ഏർപ്പെടുത്തിയ കാലത്ത് തബൂക്കിലേക്ക് പോകാതെ മാറുന്നതിനാൽ 50 ദിവസം ബഹിഷ്കരണം ഏർപ്പെടുത്തപ്പെട്ടു. അപ്പം അന്ന് ആരോടും മിണ്ടാൻ പാടില്ല, ഇടപഴകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നബിനെ മുമ്പ് ചെല്ലും, സലാം പറയും, നബി സലാം പോലും മടക്കുന്നില്ല. അപ്പം ഞാൻ നോക്കും, നബി ഇങ്ങനെ ചുണ്ടനക്കുന്നുണ്ടോ നോക്കും സലാം മടക്കാൻ വേണ്ടി. അപ്പം നബിക്ക് എന്നോട് സലാം മടക്കണമെന്നുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ കൽപ്പനയാണ്, ബഹിഷ്കരണം വേണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നബിനെ അടുത്ത് പോയിക്കും. അപ്പം നബി നിസ്കാരത്തിൽ എന്നെങ്ങനെ നോക്കും, ഞാനാണ് ഇടങ്ങണിട്ട് നോക്കി, നബി നോക്കുമെന്ന് എനിക്കറിയാം. അപ്പം നബി നോക്കിയുണ്ടോ നോക്കാൻ വേണ്ടി ഞാൻ ഇടങ്ങണിട്ട് നോക്കും എന്ന് പറയുന്നത് മറ്റൊരു ഹുക്കുമാണ്. അത് നിസ്കാരത്തിലെ അസ്ലിയായ നോട്ടമല്ല, അതിൽ നിന്ന് തെറ്റിയിട്ടുള്ള നോട്ടമാണ്. അത് സമാനമായ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും. അപ്പം ഇവിടെ നബി ഓതാറുണ്ട് എന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? ഇവിടെ താടി ഇളകുമ്പോൾ ഞങ്ങൾ മനസ്സിലായി നബി ഓതുകയാണ്. അപ്പം മഅ്മൂം ഇമാമിനെ നോക്കാറുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അതാണ് ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തത്, ഇത് റഫ്ഉൽ ബസ്രി ഇദൽ ഇമാമി ഫിസ്സലാ, നിസ്കാരത്തിൽ ഇമാമിന് നേരെ കണ്ണുതിരിക്കൽ എന്ന അധ്യായം ഇമാം ബുഖാരി കൊടുക്കാൻ കാരണം ഇതുകൊണ്ട് കൂടിയാണ്. മാത്രമല്ല ഹദീസുൽ ബർറാഇ അന്നഹും കാനു ഇദാ സ്വല്ലു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബർറാ ഇബ്നു ആസിബ് പറയാണ്, അവൻ നബിയുടെ കൂടെ നിസ്കരിക്കുമ്പോൾ നബി റുക്കൂഇൽ നിന്ന് തല ഉയർത്തി കഴിഞ്ഞാൽ എല്ലാവരും നിൽക്കും. അങ്ങനെ ഇമാം സുജൂദിലേക്ക് പോയി എന്ന് കണ്ടാലാണ് അവർ സുജൂദ് ചെയ്യുക. അവൻ നബി വരുന്നതും പോണമൊക്കെ അവർ കാണുന്നുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റത്. അതേപോലെ ഗ്രഹണസ്കാരത്തിൽ നബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഈ ചുമരിൽ നരകവും സ്വർഗവും കാണിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. ആ സ്വർഗത്തിലേക്ക് മുന്തിരിക്കുവരെ പതിക്കാൻ വേണ്ടി നബി ഒന്ന് മുന്നോട്ടാഞ്ഞു, നരകം സ്പർശിക്കുമ്പോൾ പേടിച്ച് നബി പിന്നോട്ടാഞ്ഞു എന്നൊക്കെ വന്നു. അപ്പോൾ അവിടെയും നബി ഞങ്ങൾ ആ ഖിബലയുടെ ഭാഗത്ത് നോക്കി എന്നതിൽ നിന്ന് മനസ്സിലാകുന്നു. മറ്റൊന്ന് ഇബ്നു ഉമർ പറയുന്നു, ഇമാം ബുഖാരി അന്നഹു ഖാൽ റഅ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമതൻ ഖിബലത്തുൽ മസ്ജിദി, പള്ളിയുടെ ഖിബലന്റെ അവിടെ ഒരു കഫൻ നബി ഞങ്ങൾ കണ്ടു. വഹുവ യുസല്ലി ബൈന യദൈ നാസ്, നബി ഇമാമായി നിസ്കരിക്കുമ്പോഴാണ് കണ്ടത്. ഫഹത്തഹ, നബി അത് ചുരണ്ടിക്കളഞ്ഞു. എന്നിട്ട് നബി ഞങ്ങൾ പറഞ്ഞു, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇത് മുന്നിലേക്കൊന്നും തുപ്പാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പം നിസ്കാരത്തിൽ നബി തൻ്റെ മുമ്പിൽ ചുമരിൽ ആരോ തുപ്പിവെച്ചത് നബി ഞങ്ങൾ കണ്ടു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പം ഇതൊക്കെ മനസ്സിലാകുന്നതാണ്, അത് അനുവദനീയമാണ്, ഖിബലയുടെ ഭാഗത്ത് നോക്കൽ അനുവദനീയമാണ് എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. അത് ഖുശൂഇനെതിരല്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഏതായാലും എവിടേക്ക് നോക്കണം എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം സുജൂദിൻ്റെ ഭാഗത്തേക്ക്. ഇനി ഖിബലയുടെ ഭാഗത്ത് നോക്കിയാലും ആ നോട്ടം തെറ്റല്ല, നിസ്കാരത്തിൻ്റെ സാധുതയെ
അത് ബാധിക്കുന്നില്ല. ഇതാണ് അസ്ലിയായ നോട്ടങ്ങൾ. മറ്റത് അതിൽ നിന്ന് തെറ്റിയിട്ട് പിന്നുള്ള തിരിഞ്ഞു നോട്ടമാണ്. അത് മറ്റൊരു അധ്യായമാണ്. അത് വേറെ തന്നെ പഠിക്കാൻ പറ്റും. ഇൽത്തിഫാത്ത് അത് അത്തഹിയാത്തിൽ മാത്രം. ഈ പറഞ്ഞ ഖിയാമിലാണ്, നൃത്തത്തിലും ഇരുത്തത്തിലും. അതിന് ഒഴിവുള്ള ഇരുത്തമാണ് അത്തഹിയാത്തിൽ ഇരുത്തം. അപ്പോൾ ആ ഇരുത്തത്തിലും സുജൂദിലേക്ക് നോക്കണോ അതല്ല വേറെലിമിലേക്ക് നോക്കണോ, അതിൽ ഖിലാഫുണ്ട്. സ്വഹീഹ് വന്നിട്ട് പക്ഷെ ഒരുപാട് റിവായത്തുകൾ വന്നു. സ്വഹീഹ് അല്ലെങ്കിലും ധാരാളം റിവായത്തുകൾ വന്നു, മുർസല റിപ്പോർട്ടും വന്നു. അപ്പോൾ ഒരുപാട് ഉദ്ധരണികൾ വന്നത് കൊണ്ട് അതിനൊരു അസുലുണ്ട് എന്ന് അതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഖുശൂഅ് വേണമെന്ന് പ്രത്യേകം പഠിപ്പിച്ചതാണ്. ഖുശൂഅിനോട് യോജിക്കുന്ന നൃത്തം എന്ന നിലയ്ക്ക് കൂടിയാണ് അത് പറഞ്ഞത്. ഇല്ല, കണ്ണ് തുറക്കലാണ് അസ്ല്. നിസ്കാരത്തിൽ കണ്ണ് തുറക്കലാണ് അസ്ല്. അതേസമയം നിസ്കാരത്തിൽ അശ്രദ്ധമാക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കണ്ണടക്കാം. അവിടെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഓരോരുത്തർക്കും അനുസരിച്ച് വ്യത്യാസം വരുന്നത്. ചിലർക്ക് പക്ഷേ കണ്ണടച്ചാലായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഭക്തിയൊക്കെ കിട്ടുക, ചില കണ്ണ് തുറന്നാലായിരിക്കും കൂടുതൽ കിട്ടുക. അപ്പോൾ അസ്ല് കണ്ണ് തുറക്കുക എന്നുള്ളതാണ്. എന്നാലിപ്പോൾ മുന്നിൽ അങ്ങനത്തെ കാഴ്ചകൾ, ഇപ്പം നബി പറഞ്ഞ പോലെ തന്നെ വിരിപ്പ് പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ മുമ്പിലുണ്ട്. ഒരു ജനക്കൂട്ടം നിസ്കരിക്കുകയാണ്, എവിടെയെങ്കിലും ഒരു റോഡ് നിസ്കരിക്കുകയാണ്, അവർ പക്ഷേ വാഹനങ്ങളൊക്കെ മുന്നിലൂടെ പോകുന്നു. അവിടെയൊക്കെ ഒരു പക്ഷേ കണ്ണ് അടക്കലാണ് അയാൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് അടക്കാം. അസ്ലിയായി കണ്ണ് തുറക്കുക എന്നുള്ളതാണ് നബിയുടെ ചര്യ, സ്വഹാബത്തെ ചര്യ ഒക്കെ കണ്ണ് തുറന്നുകൊണ്ട് നിസ്കരിക്കൽ തന്നെയാണ് ഉള്ളത്. ഇനി എട്ടാമത്തെ അധ്യായം അൽ ഫസ്ലു സാമിൻ, എട്ടാമത്തെ ഉപാധ്യായം ദിക്റുൽ ഇസ്തിഫ്താഹ്, ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടത് പറഞ്ഞു, അതേപോലെ കെട്ട രൂപം പറഞ്ഞു, എങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞു, നിസ്കാരം ആരംഭിച്ചു. ഇനി ആദ്യം ചെയ്യേണ്ടത് പ്രാരംഭ പ്രാർത്ഥനയാണ്. വബഅദ തക്ബീറത്തുൽ ഇഹ്റാം 1670 മസ്അല. വബഅദ തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം യഖ്റഉൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ പറയണം, അവൻ ചൊല്ലണം ദിക്റുൽ ഇസ്തിഫ്താഹി, പ്രാരംഭ പ്രാർത്ഥന അവൻ പാരായണം ചെയ്യണം. വഹു മിൻ സുനനി സ്വലാത്തി, അത് നിസ്കാരത്തിൻ്റെ സുന്നത്തുകളിൽപ്പെട്ടതാകുന്നു. നിർബന്ധമില്ല എന്നർത്ഥം, സുന്നത്തപ്പെട്ടതാണ്. വഹാദ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ലിൽ അഹാദീസിൽ ആത്തിയ, താഴെ വരുന്ന ഹദീസുകളാണ് അതിന് തെളിവ്. സുന്നത്താണെന്ന് പറയാൻ താഴെ കൊടുക്കുന്ന ഹദീസുകളൊക്കെ തെളിവാകുന്നു. ഒന്ന്, സബത ഫി സുന്നത്തി, സുന്നത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് ഇദ്ദത്തു അദ്കാരിൻ ലിൽ ഇസ്തിഫ്താഹി, ഇസ്തിഫ്താഹിൻ്റെ ധാരാളം പ്രാർത്ഥനകൾ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. നബിതങ്ങൾ ഒരു ദുആ മാത്രമല്ല നിർവഹിച്ചത്, പല നിസ്കാരത്തിലും പലതരം പ്രാർത്ഥനകൾ നബിതങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതൊക്കെ സ്ഥിരപ്പെട്ട് വന്നിട്ടുമുണ്ട്. വമിൻഹ, അതിൽപ്പെട്ടതാണ്. ഇനി കുറേ ദുആകൾ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ സുന്നത്തായി വന്ന പ്രാർത്ഥനകൾ. വമിൻഹ മാ റവാഹുൽ ബുഖാരിയു വമുസ്ലിമുൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച അബൂ ഹുറൈറ പറഞ്ഞ ഒരു പ്രാർത്ഥന, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്കുതു ബൈന തക്ബീരി വബൈന ഖിറാഅ, നബി തങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാമിനും ഫാത്തിഹ ഓതുന്നതിനും ഇടയിൽ നബി തങ്ങൾ മൗനം പാലിക്കുമായിരുന്നു. ഇസ്കാതതൻ, ഒരു മൗനം, കുറച്ച് സമയം നബി ഒന്നും ചെല്ലാതെ നിൽക്കും, ഒന്നും ഉറക്കെ പറയാതെ നിൽക്കുമായിരുന്നു. അഹ്സിബുഹു ഖാൽ ഹനിയതൻ, ഒരു ചെറിയ ഇടവേള. ഫഖുൽതു, അപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, ബി അബി വ ഉമ്മി യാ റസൂലല്ലാഹ്, റസൂലേ ഇസ്കാതുക ബൈന തക്ബീരി വൽ ഖിറാഅത്തി മാ തഖൂൽ, നബി ഈ ഖിറാഅത്തിനും തക്ബീറിനും ഇടയിൽ നിങ്ങൾ മൗനം പാലിക്കുന്നുവല്ലോ, അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. ബി അബി വ ഉമ്മി, അത് അറബികളുടെ പ്രയോഗമാണ്. ഏറ്റവും പ്രിയപ്പെട്ട ആൾ സംസാരിക്കുമ്പോൾ അവിടെ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ബി അബി വ ഉമ്മി, അല്ലെ ബി അബി ബി ഉമ്മി എന്നൊക്കെ പറയും. എൻ്റെ ബാപ്പയെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം, എൻ്റെ ഉമ്മയെ ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം എന്നാണ് നേരെ വാക്കർത്ഥം. അത് നമ്മൾ സാധാരണ പറയോ, ഞാൻ എന്തും ചെയ്തു തരാം എന്ന് പറയാം, എന്തും ചെയ്തു തരാം എന്ന് ഇഷ്ടപ്പെട്ട ആൾ പറയും. ആ സ്ഥാനത്ത് അവർ പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ബി അബി അൻത വ ഉമ്മി, അല്ലെങ്കിൽ ഫിദാഅക അബി വ ഉമ്മി, ഫിദാഉൻ ലക അബി വ ഉമ്മി, ഇതൊക്കെ സ്വഹാബികൾ ഉപയോഗിച്ച് കാണാൻ പറ്റും. അത്രയും പ്രിയപ്പെട്ട ആളുടെ അത് പറയുള്ളൂ. ഉമ്മാനേക്കാളും ബാപ്പാനേക്കാളും പ്രിയമുള്ള, അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരാളുടെ മാത്രമേ അത് പ്രയോഗിക്കുള്ളൂ. അല്ലാത്തൊക്കെ പ്രയോഗിക്കാം, മറ്റു അവനോട് പ്രിയപ്പെട്ട പലതും പറയും. പക്ഷെ ആരും അങ്ങനെ എൻ്റെ ബാപ്പയെ സമർപ്പിക്കാം, ഉമ്മയെ സമർപ്പിക്കാം എന്ന് അങ്ങനെ പൊതുവെ ആരോടും പറയില്ല. അത്രയും പ്രിയപ്പെട്ട, അപ്പോൾ കാമുകിമാരോട് പറഞ്ഞ് കാണാൻ പറ്റും. ജാഹിലിയ്യ കാലത്ത് കവികൾ പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്വഹാബിമാർ പറഞ്ഞ നബിയോട് പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ ജീവിതം ഒരിക്കൽ മാത്രമാണ് പറഞ്ഞത്,
അത് സയ്യിദ് നബി വക്കാസിനോടാണ്. സയ്യിദ് നബി വക്കാസ് യുദ്ധരംഗത്ത് നബി തങ്ങൾ ആദ്യത്തെ അമ്പെടുത്ത് കൊടുത്ത് പറഞ്ഞു ഇർമി ഫിദാക അബീ വ ഉമ്മി എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഇർമിനി അമ്പെയ്തോ ഫിദാക അബീ വ ഉമ്മി. നബി ആകെ ജീവിതത്തിൽ ഒരാളുടെ ഫിദാക അബീ വ ഉമ്മി എന്ന് പറഞ്ഞത് ആ സന്ദർഭത്തിൽ മാത്രമാണ്, സയ്യിദ് നബി വക്കാസിനോട് മാത്രം. അന്നത്തെ വലിയ യോദ്ധാവാണ്, നല്ല ചെറുപ്പക്കാരനായ യുദ്ധതന്ത്രജ്ഞനാണ്. ആ സയ്യിദ് നബി അബി വക്കാസ് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ പ്രഥമ അമ്പ് നബി തങ്ങൾ എടുത്തു കൊടുത്തിട്ടാണ് പറഞ്ഞത് ഇർമി നീ അമ്പെയ്തോ ഫിദാക അബീ വ ഉമ്മി. അവിടെ മാത്രമേ നബി ആ പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ സ്വഹാബിമാർ നബിയോട് പലപ്പോഴും ഇതേ പ്രയോഗം പ്രയോഗിച്ചത് കാണുക. അപ്പം അത്രയും അയാളുടെ ഇഷ്ടമുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ആ പ്രയോഗം. ഒരാളുടെ അത് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ അത്രയും അയാളെ സ്നേഹിക്കുന്നു, എനിക്ക് അത്രയും അയാൾ വേണ്ടപ്പെട്ടവനാണ്, അയാൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് അയാളുടെ ഇഷ്ടത്തെ സ്നേഹത്തെ കാണിക്കുന്ന പദപ്രയോഗമാണ് ഫിദാക അബി അല്ലെങ്കിൽ ഫിദാക ഉമ്മി എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. അതാണ് ഇവിടെ അബൂ ഹുറൈറ നബിയോട് പറയാണ്, കണ്ടോ ബി അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂലേ എൻ്റെ ഉമ്മയും ബാപ്പയും ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാം. എന്താ നബിയെ നിങ്ങൾ ഈ തക്ബീറിന് ശേഷം ഖിറാഅത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഈ മിണ്ടാതെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? അപ്പം നബി ഞങ്ങൾ പറഞ്ഞു ഖാല അഖൂലു ഞാൻ പറയുന്നു അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് اللهم نقني من خطايا كما ينقى الثوب الابيض من الدنس اللهم اغسل خطاياي بالماء والثلج والبرد. ഇതാണ് ഞാൻ പറയാറുള്ളത് എന്ന് നബി തങ്ങൾ അദ്ദേഹത്തിന് മറുപടി നൽകുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ അത് ഒരു പ്രാർത്ഥന, ഇസ്തിഫ്താഹിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇത് എന്ന് മനസ്സിലാക്കാം. വമിൻഹ അർത്ഥം പറഞ്ഞല്ലോ, അല്ലാഹുവേ എന്നെയും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകറ്റണമേ. അല്ലാഹു ബാഇദ് ബൈനി വബൈന ഖത്വായ എൻ്റെയും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകറ്റണമേ. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബി മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നീ അകറ്റിയതുപോലെ, കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ നീ അകറ്റിയതുപോലെ എൻ്റെയും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ അകറ്റണമേ റബ്ബേ. പാപങ്ങൾ അടുക്കാതിരിക്കാൻ, പാപങ്ങളുമായി ബന്ധമില്ലാതിരിക്കാൻ, പാപങ്ങൾ അത്രയും എന്നിൽ നിന്ന് വിട്ടുപോകണം, അത്രയും എന്നോട് ദൂരെ പോകണം എന്നർത്ഥം. അല്ലാഹു നഖ്നി മിൻ ഖത്വായ എൻ്റെ തെറ്റുകുറ്റങ്ങൾ നീ ശുദ്ധീകരിക്കണമേ. കമാ യുനഖ്ഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ് വെള്ള വസ്ത്രം വൃത്തികേട് മ്ലേച്ഛതയിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ. അല്ലാഹു ഗ്സിൽ ഖത്വായായ എൻ്റെ പാപങ്ങൾ നീ കഴുകിക്കളയണമേ. ബിൽ മാഇ വസ്സൽജി വൽ ബറദ് വെള്ളം കൊണ്ടും മാലിപ്പഴം കൊണ്ടും മഞ്ഞുവെള്ളം കൊണ്ടും നീ ശുദ്ധിയാക്കണമേ എന്ന് ദുആ ചെയ്യുന്നു. വമിൻഹ അതിൽപ്പെട്ടതാണ്, ഏതിൽപ്പെട്ടത് മേലേക്ക് പോകുന്നത്, കാരണം സബത ഫി സുന്നത്തി അദ്കാരിൽ ഇസ്തിഫ്താഹി വമിൻഹ എന്ന് പറഞ്ഞല്ലോ. ഇനി വമിൻഹ അതിൽപ്പെട്ട മറ്റൊന്ന് മറവാഹു മുസ്ലിം അൻ അനസിൻ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നു അനസ് ബിൻ മാലിക്കിൽ നിന്ന് അന്ന റജുലൻ ജാഅ ഒരാൾ വന്നു ഫദഖല സ്വഫ നേരെ സ്വഫുകൾ കയറി വഖദ് ഹഫസഹു നഫസു ശ്വാസം അദ്ദേഹത്തെ ഇങ്ങനെ മറികടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആകണ്ട് ഓടി വന്നിട്ട് കിതച്ച് സ്വഫുകൾ നേരിട്ട് വന്ന് സ്വഫുകൾ കയറിയപ്പോൾ കിതക്കുന്ന അദ്ദേഹം ആ നിൽക്കൊണ്ട് വന്നു. ഫഖാൽ അദ്ദേഹം അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറഞ്ഞു. സ്കരിക്കാൻ വന്നു, നേരെ വന്നിട്ട് സ്വഫുകൾ കയറി ആ കിതച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് അദ്ദേഹം പറഞ്ഞു. ഫലമ്മാ ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തഹു നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഖാല നബി ചോദിച്ചു അയ്യുക്കുമുൽ മുതകല്ലിം ബിൽ കലിമാത്ത് ആരാണ് ആ വചനങ്ങൾ പറഞ്ഞ ആള്? അപ്പം ഇതേ കുറിച്ച് ഉറക്കെ പലർത്ഥം മറ്റുള്ളവർ കേൾക്കുമാറ് ഉറക്കെയാണ് ചൊല്ലിയത്. ആരാണ് ആ പറഞ്ഞ ആള് ചോദിച്ചു. ഫഅറമ്മൽ ഖൗമു ആരും മിണ്ടിയില്ല. എന്തോ വലിയ ബന്ധികളെ വിചാരിച്ചു, എന്തൊരു പറയാൻ പറ്റുന്നത് പറഞ്ഞോ, ആകെ പ്രശ്നമാകുന്ന ഒറ്റ കുട്ടിയും മിണ്ടുന്നില്ല. ആലോചിച്ചപ്പോൾ മിണ്ടാട്ട. ഫഖാൽ അപ്പം നബി വീണ്ടും ചോദിച്ചു അയ്യുക്കുമുൽ മുതകല്ലിമു ബിഹാ ആരാണ് ആ പറഞ്ഞ ആള്? ഫഇന്നഹു ലം യഖുൽ ബഅസ പറഞ്ഞു തെറ്റൊന്നല്ല, പറഞ്ഞ കാര്യം തെറ്റൊന്നല്ല, പേടിച്ചൊന്നും വേണ്ട, ആരാണ് ആ പറഞ്ഞത് ചോദിച്ചു. ഫഖാൽ അപ്പോൾ ഒരാൾ പറഞ്ഞു നബി ജിഅ്തു ഞാനുണ്ട് വന്നു. വഖദ് ഹഫസനി അൻ നഫ്സു എനിക്ക് ആകണ്ട് ശ്വാസം കിതച്ചിരുന്നു. ഫഖുൽത്ത് അപ്പം പറഞ്ഞാണ് നബിയെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു തൻ്റെ ഉദറ് കൂടി ബോധിപ്പിച്ചുകൊണ്ട് അങ്ങനെയുണ്ട് ഓടിക്കഴിച്ചത് വന്നപ്പോൾ അപ്പണ്ട് ഉച്ചത്തിൽ പറഞ്ഞു പോയതാണ്. ഫഖാൽ അപ്പം നബി ഞങ്ങൾ പറഞ്ഞു ലഖദ് റഅയ്തു 12 മലക്കൻ 12 മലക്കുകൾ ഞാൻ കണ്ടു. യതബദ്ദറൂനഹ അയ്യുഹും യർഫഉഹ അതാരാണ് ആകാശത്തേക്ക് ഉയർത്തുക എന്നതിന് മത്സരിച്ചുകൊണ്ട് 12 മലക്കുകൾ അത് സ്വീകരിക്കാമെന്നതായി ഞാൻ കണ്ടുവെന്ന്
നബി തങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് അത്രയും വലിയ ഒരു നല്ല വർത്തമാനം പറയാനാണ് ചോദിക്കുന്നത് മനസ്സിലായത്. അതുവരെ ഒരു വിചാരിച്ചത് ചീത്ത പറയാൻ വിളിക്കാവും, അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ വിളിക്കാവുന്നതാണ്. അപ്പം അല്ല, അത്രയും ഒരു വലിയ അർത്ഥമുള്ള ഒരു വമ്പൻ കലിമത്താണ് പറഞ്ഞത്. അത് ഏറ്റെടുക്കാൻ മലക്കുകൾ മത്സരിക്കുന്നു എന്ന് നബി തങ്ങൾ പറയുന്നു. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ 600 നമ്പർ ഹദീസായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി ഒമിൻഹ, അതിൽപ്പെട്ട മറ്റൊരു പ്രാർത്ഥന മാറവാഹു മുസ്ലിമുൻ അൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു കാന ഇദാ ഖാമ ഇലസ്സലാ, നബി തങ്ങൾ നിസ്കാരത്തിലേക്ക് നിന്നാൽ നബി തങ്ങൾ പറയുമായിരുന്നുവെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ അല്ലാഹുമ്മ അൻതൽ മലിക് ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബി വഅന അബ്ദുക ളലംതു നഫ്സി വഅതറഫ്തു ബിദംബി ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത വഹ്ദിനി ലഹസ്ന അഖ്ലാഖി ലാ യഹ്ദി ലഹസ്നഹാ ഇല്ലാ അൻത വസ്രിഫ് അന്നി സയ്യഹാ ലാ യുസ്രിഫ് അന്നി സയ്യഹാ ഇല്ലാ അൻത ലബ്ബൈക വസഅലൈക വൽ ഖൈറു കുല്ലുഹു ഫി യദൈക വശ്ശർറു ലൈസ ഇലൈക അന ബിക വഇലൈക തബാരക്ത വതആലൈത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് നബി തങ്ങൾ പറയുമായിരുന്നു. ഇതൊരു പ്രാർത്ഥനയാണ്. നമ്മളിതിൽ വജ്ജത്തിൽ ആദ്യ ഭാഗം മാത്രമാണ് നമ്മൾ പണ്ടേ പഠിച്ചു പോകുന്നത്. സുന്നി മാർസലും മുജാഹിദ് മാർസലും ഒക്കെ ഇതിൽ ആദ്യ ഭാഗമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് പൂർണ്ണമായും പഠിപ്പിക്കുന്ന സിസ്റ്റം ഒരു മതത്തിലും ഉള്ളതായിട്ട് അറിയില്ല. കേന്ദ്ര മാർസലൊക്കെ ഇത് ആദ്യകാലത്തൊക്കെ ആദ്യം ഉണ്ടതുള്ളൂ. അന്ന് പലരും വിദ്യാഭ്യാസ ബോർഡിലൊക്കെ ചോദിക്കലുണ്ട്, ഒന്ന് ഫുള്ള് പഠിപ്പിക്കേണ്ടതൊക്കെ ചോദിക്കലുണ്ട്. പക്ഷേ അവസാനം പാസ്സായി വരില്ല. അപ്പം നമ്മൾ അത്ര മതി, കുട്ടികൾക്ക് അത്രേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ആദ്യ ഭാഗം പഠിപ്പിച്ച് പോകുന്നത്. സുന്നത്തായ പ്രാർത്ഥനയാണ്. ഇപ്പം ഒരു ഭാഗം ചെല്ലാലും അതിനുള്ള കൂലി കിട്ടും, മുഴുവൻ ചെല്ലാൻ അതിനുള്ള കൂലിയും കിട്ടും. അവസാനം വിദ്യാഭ്യാസ വകുപ്പ് മജീദ് മൗലവി കൈകാര്യം ചെയ്ത കാലത്ത് അദ്ദേഹം ഏപ്പിന് മുമ്പ് പോയിട്ട് പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്, ഇത് പൂർണ്ണമായും കൊടുക്കണം. അപ്പോൾ ഏപ്പി കുറച്ചൊക്കെയാണ് ഇപ്പോൾ ഇത് കൊടുക്കുക, ബാക്കി വേണ്ട. ആ മജീദ് മൗലവി തമാശയിൽ പറഞ്ഞു, ഇപ്പം നബിയോട് പറഞ്ഞാൽ മതി, നബി ഇത് ഫുള്ള് വേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തമാശയായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോലെ ചെയ്ത അവസാനം. ഒന്നുമില്ല, കുട്ടികളെ പ്രായം പരിഗണിച്ചുകൊണ്ടാണ്, അല്ലാതൊന്നുമില്ല, കുട്ടികളെ പ്രായം പരിഗണിച്ചുകൊണ്ട്. പക്ഷെ അത് അന്നേരം പഠിപ്പിച്ചു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് പഠിയും ചെയ്യും. പറ്റുവെച്ചതൊക്കെ ഒരു വിഷയമാണ്. പക്ഷെ സുന്നത്തായത് വേണം, നിർബന്ധമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം ചൊല്ലി എന്നേ ഉള്ളൂ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. വജ്ജഹ്തു വജ്ഹിയ, എൻ്റെ മുഖമിതാ ഞാൻ തിരിച്ചിരിക്കുന്നു. ആകാശങ്ങളെയും ഭൂമിയെയും ഒരു മുൻ മാതൃകയുമില്ലാതെ പുതുതായി പടച്ചുണ്ടാക്കിയ അല്ലാഹു തആലയിലേക്ക് എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു. ഹനീഫൻ, ഋജുമനസ്കായി നേർക്കുനേരെ. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽ പെട്ടവനല്ല. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റു ആരാധനാ കർമ്മങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു. ലാ ശരീക ല, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അതാണ് എന്നോടുള്ള കൽപ്പന. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനുമാകുന്നു. അല്ലാഹുമ്മ അൻതൽ മലിക്, അല്ലാഹുവേ നീയാണ് രാജാതിരാജൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. അൻത റബ്ബി വഅന അബ്ദുക, നീ എൻ്റെ ഉടമയാണ്, ഞാൻ എൻ്റെ അടിമയുമാണ്. ളലംതു നഫ്സി, ഞാൻ എന്നോട് തന്നെ ദുൽമ ചെയ്തു പോയി. വഅതറഫു ബിദംബി, എൻ്റെ പാപമിതാ ഞാൻ സമ്മതിക്കുന്നു. ഫഗ്ഫിർ ലി ദുനൂബി ജമീഅ, എൻ്റെ പാപങ്ങളെല്ലാം നീ എനിക്ക് പുറത്തു തരണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. വഹ്ദിനി ലിഹ്സനിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സൽസ്വഭാവത്തിലേക്ക് നീ എനിക്ക് വഴി കാണിക്കണമേ അല്ലാഹ്. ലാ യഹ്ദി ലിഹ്സനിഹാ ഇല്ലാ അൻത, നീയല്ലാതെ അതിലേക്ക് വഴി കാണിക്കുന്നവനില്ല. വസ്രിഫ് അന്നി സയ്യിഅഹാ, എല്ലാ ദോഷങ്ങളും എന്നിൽ നിന്ന് തിരിച്ചുവിടണമേ റബ്ബേ. ലാ യസ്രിഫ് അന്നി സയ്യിഅഹാ ഇല്ലാ അൻത, ദുഷിച്ച സ്വഭാവങ്ങൾ തിരിച്ചുവിടാൻ നീയല്ലാതെ മറ്റാരുമില്ല. ലബ്ബൈക വസഅലൈക വൽ ഖൈറു കുല്ലുഹു ഫി യദൈക, നിന്റെ വിളിക്കുത്തരം ചെയ്യുന്നു, നിന്റെ പക്കലാണ് എല്ലാ സൗഭാഗ്യവും, നിന്റെ പക്കലാണ് എല്ലാ ഖൈറുകളും. വശർറു ലൈസ ഇലൈക, ഷർറ് നിന്നിലേക്ക് ചേർത്തിപ്പറയുകയില്ല. അന ബിക വ ഇലൈക, ഞാൻ നിന്നെ കൊണ്ടാണ്, നിന്നിലേക്കാണ്. തബാരക്ത വതആലൈത, നീ ബറക്കത്തുടയവനാണ്, നീ ഔന്നത്യമുടയവനാണ്. അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, എന്നോട് പൊറുക്കൽ തേടുന്നു, എന്നോട് ഞാനിത് പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. വമിൻഹ, അതിൽപ്പെട്ടതാണ് മറ്റൊരു പ്രാർത്ഥന. മാറവലുൽ ബുഖാരിയു വ മുസ്ലിമുൻ
ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഖാല, ഇബ്നു അബ്ബാസ് പറയാണ്, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദു, നബി തങ്ങൾ രാത്രി തഹജ്ജുദായി എഴുന്നേറ്റാൽ ഖാല, നബി തങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന, അല്ലാഹുവേ ലക്കൽ ഹംദു, നിനക്കാകുന്നു സർവസ്തുതിയും, അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി, ആകാശങ്ങളെയും ഭൂമിയെയും നിയന്ത്രിക്കുന്നവൻ നീയാണ്, വമൻ ഫീഹിന്ന, അവയുള്ളതിനെയും നിയന്ത്രിക്കുന്നവൻ നീയാ റബ്ബേ, വലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, ലക്ക മുൽക്കു സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന, ആകാശങ്ങളെയും ഭൂമിയിലെയും അധികാരം, അതിലുള്ളവരുടെയും അധികാരം റബ്ബേ നിനക്കാകുന്നു, വലക്കൽ ഹംദു അൻത നൂറു സമാവാതി വൽ അർളി, നിനക്കാണ് സർവസ്തുതിയും, നീയാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമായിട്ടുള്ളവൻ, വലക്കൽ ഹംദു അൻതൽ ഹഖ്ഖു, റബ്ബേ നീ ഹഖ്ഖാണ്, വവഅദുകൽ ഹഖ്ഖു, നിന്റെ വാഗ്ദാനം സത്യമാണ്, വലിഖാഉക ഹഖ്ഖുൻ, നിന്നെ കണ്ടുമുട്ടുമെന്ന് സത്യമാണ്, വഖൗലുക ഹഖ്ഖുൻ, നിന്റെ വാക്കുകൾ സത്യമാണ്, വൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം സത്യമാണ്, വന്നാറു ഹഖ്ഖുൻ, നരകവും സത്യമാണ്, വന്നബിയ്യൂന ഹഖ്ഖുൻ, എല്ലാ പ്രവാചകന്മാരും സത്യമാണ്, വമുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖ്ഖുൻ, മുഹമ്മദ് നബിയും സത്യമാണ്, വസ്സാഅത്തു ഹഖ്ഖുൻ, അന്ത്യനാളും സത്യമാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വാഴേക്ക് തവക്കൽ, നിനക്കിതാ ഞാൻ എല്ലാം സമർപ്പിക്കുന്നു, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു, നിന്റെ മേലെല്ലാം തവക്കുലാക്കുന്നു, വയിലേക്ക് അനബത്തു, നിന്നിലേക്കിതാ ഞാൻ കിരിച്ചു മടങ്ങുന്നു, വബിക ഖാസംതു, നിന്റെ അടുത്താണ് ഞാൻ തർക്കിക്കുന്നത്, വയിലേക്ക് ഹകംതു, എന്നോടാണ് ഞാൻ വിധി തേടുന്നത്, ഫഗ്ഫിർലി, എനിക്ക് പുറത്തു തരണമേ റബ്ബേ, മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ മുന്തിച്ച് ചെയ്തതും പിന്തിച്ച് ചെയ്തതും, വമാ അസ്റർതു വമാ അഅലൻതു, സ്വകാര്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, അൻതൽ മുഖദ്ദിം വഅൻതൽ മുഅഖിർ, നീയാണ് കാര്യങ്ങൾ മുന്തിക്കുന്നവനും പിന്തിക്കുന്നവനും, ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹില്ല, ഔ ലാ ഇലാഹ ഗൈറുക, അല്ലെങ്കിൽ നബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലാ ഇലാഹ ഗൈറുക എന്ന് പറഞ്ഞു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന എല്ലാം വലിയ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നു, തൗഹീദ് പ്രഖ്യാപിക്കുന്നു, ശിർക്കുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നു, നമ്മുടെ അല്ലാഹുവിനെ പറ്റിയുള്ള ബോധം അത് എടുത്തു പറയുന്നു, റബ്ബിൽ തവക്കുലാക്കുന്നു എന്ന് എടുത്തു പറയുന്നു, നമ്മൾ പാപികളാണെന്ന് സമ്മതിക്കുന്നു, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ചോദിക്കുന്നു. അതൊക്കെയാണ് ഈ പ്രാർത്ഥനയൊക്കെ ഏകദേശം ആശയം. വമിൻഹ, അതിൽപ്പെട്ടതാണ് മാ റവാഹു മുസ്ലിമുൻ അൻ അബി സലമത്ത ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ ഔഫിന്റെ മകൻ അബു സലമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ടുമാവാം, പിന്ത് ചെയ്താവാം, അല്ലെങ്കിൽ ചെയ്യാൻ വിചാരിച്ചിട്ട് പിന്നീട് മാറ്റിവെച്ചതാവാം, അല്ലെങ്കിൽ ചെയ്യേണ്ടടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും വ്യത്യാസം വന്നതുമാവാം. തഖദീം തഖീറുകൾ. ഖാല, അദ്ദേഹം പറഞ്ഞു, സഅൽതു ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ, ആയിഷ ബീവിയോട്, ഉമ്മുൽ മുഅ്മിനീൻ വിശ്വാസികളുടെ മാതാവായ ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചു, ബി അയ്യി ശൈഇൻ കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്തഹു സ്വലാത്തഹു ഇദാ ഖാമ മിനൽ ലൈലി, നബി തങ്ങൾ രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റാൽ ഏത് പ്രാർത്ഥന കൊണ്ടാണ് നബി നിസ്കാരം ആരംഭിക്കാറുള്ളത് എന്ന് ആയിഷ ബീവിയോട് ഞാൻ ചോദിച്ചു എന്ന് അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറയുന്നു റളിയല്ലാഹു അൻഹു. ഖാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, കാന ഇദാ ഖാമ മിനൽ ലൈലി, നബി രാത്രി എഴുന്നേറ്റാൽ ഇഫ്തതഹ സ്വലാത്തഹു, നിസ്കാരം ആരംഭിക്കുമായിരുന്നു. എന്തുകൊണ്ട്? അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈല വമീകാഈല വഇസ്രാഫീല ഫാത്തിറ സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഫഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിൻ ഹഖ്ഖി ബിഇദ്നിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നബി തങ്ങൾ രാത്രി നിസ്കാരം ആരംഭിക്കാറുള്ളത്. അല്ലാഹുവേ, ജിബ്രീലിന്റെ റബ്ബേ, മീകായിലിന്റെ റബ്ബേ, ഇസ്രാഫീലിന്റെ റബ്ബേ, ഫാത്തിറ സമാവാതി വൽ അർളി, ആകാശഭൂമിയെ സൃഷ്ടിച്ചവനായവനെ, ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനെ, അൻത തഹ്കുമു ബൈന ഇബാദിക, നിന്റെ അടിമകൾക്കിടയിൽ നീയാണ് വിധി കൽപ്പിക്കുന്നവൻ, ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ റബ്ബേ നീയാണ് വിധി കൽപ്പിക്കുന്നവൻ, ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിൻ ഹഖ്ഖി ബിഇദ്നിക, ഹഖിന്റെ വിഷയത്തിൽ എവിടെല്ലാം ഇഖ്തിലാഫുണ്ടോ അവിടെല്ലാം നീ എന്നെ നേരായ വഴി കാണിക്കണമേ അല്ലാഹ്, ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, നീ ഉദ്ദേശിക്കുന്നവരെ സിറാത്ത് മുസ്തഖീമിലേക്ക് നീ വഴി കാണിക്കുന്നു റബ്ബേ. ഹിദായത്തിന് ചോദിക്കുന്ന പ്രാർത്ഥന, അഭിപ്രായ വ്യത്യാസങ്ങളിൽ ശരിയായ നിലപാടിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്, മനുഷ്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഹക്കിൻ്റെ വിഷയത്തിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ വെറുതെ അന്ധമായ പക്ഷപാതിത്വമല്ല,
നബി അതിൽ ഏതാണോ ശരി ആ ശരിയിലേക്ക് നീ എത്തിക്കണമേ എന്ന് നബിതങ്ങളാണ് അള്ളാഹുവോട് പ്രാർത്ഥിച്ച മാതൃക നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ഇമാം മുസ്ലിം റഹിമുള്ള റിപ്പോർട്ട് ചെയ്താണ്. അല്ല, ഏതിനും പറ്റും. നബി സാധാരണ തഹജ്ജുദ് ഇത് പ്രാർത്ഥിക്കലുണ്ടെന്ന് മാത്രം. ഏത് നിസ്കാരത്തിനും പറ്റും. എപ്പോഴും നബി നിന്ന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഏത് നിസ്കാരത്തിനും നിർവഹിക്കാം. ഒമിൻഹ ആ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് മാറവാഹു മുസ്ലിമുൻ അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് അദ്ദേഹം പറയുന്നു, ബൈനമാ നഹ്നു നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെ നിസ്കരിക്കുന്നതിനിടയിൽ ഇത് ഖാല റജുൽ മിന ഖൗം, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്ന് ഒരാൾ പ്രാർത്ഥിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ചോദിച്ചു, മനിൽ ഖായിലു കലിമത കദാ വകദാ, ആ ഒരു കലിമത്ത് ആരാണ് പറഞ്ഞത്? ഖാല റജുൽ മിന ഖൗം, ഒരാൾ പറഞ്ഞു, യാ റസൂലുള്ളാഹി, നബി ഞാനാണ് അത് പറഞ്ഞത്. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അജിബ്തു ലഹാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ, ആകാശ കവാടങ്ങൾ അതിനു വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് ഇബ്നു ഉമർ പറയാണ്. ഖാല ഇബ്നു ഉമർ എന്ന റിപ്പോർട്ടിൽ ഇബ്നു ഉമർ പറയുന്നു, ഫമാ തറക്തുഹുന്ന, ഞാനത് പിന്നെ ഒഴിവാക്കിയിട്ടേ ഇല്ല. മുൻദു സമയത്ത് കൂടുതൽ നബി ഇത് പറഞ്ഞത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ജീവിതത്തിൽ ഒഴിവാക്കിയിട്ടില്ല എന്ന് റാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അപ്പം അത് അത്രയും മഹത്വമുള്ള ഒരു പ്രാർത്ഥന. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. നമുക്കിത് കാര്യമാണ് അറിയത്തൊന്നുമില്ല, പക്ഷെ നമ്മൾ അങ്ങനെ നിസ്കാരത്തിൽ പക്ഷേ ശീലിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, അതെ അവിടെ ചിലരുണ്ട്. അത് സ്വഹാബിമാരുടെ മാതൃകയുണ്ട്. നബീനെ വന്നിട്ടില്ല, മാറി മാറി ചെയ്യാം. ഓരോ വ്യത്യസ്ത സംസ്കാരത്തിൽ ഓരോന്നും മാറി മാറി നമുക്ക് ചെയ്യാം. ഇനി ഒന്നിലാടെയും ചെല്ലാം. ഇമാമല്ലെങ്കിൽ ഇമാമിങ്ങളെ പരിഗണിക്കണം. ഒറ്റ നിസ്കരിക്കുകയാണെങ്കിൽ ഒരാൾക്കിപ്പോൾ 1, 2, 3 ദുആകളൊക്കെ വേണമെങ്കിൽ ഒരേ നിസ്കാരത്തിൽ തന്നെ നിർവഹിക്കുക ഇമാമാം. അതെ, ഇത് പൊതുവായി നബീൻ്റെ നിസ്കാരത്തിൽ വന്നു. പിന്നെ ഈദിൻ്റെ തക്ബീർ നബീനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. സ്വഹാബിമാരുടെ മാതൃകാ വിഷയത്തിലുണ്ട്. ഇല്ല, നിർബന്ധം പറഞ്ഞിട്ടില്ല. സുന്നത്തെന്ന് പറഞ്ഞു, സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്നത്തില്ല എന്ന് പറഞ്ഞവരുണ്ട്, സുന്നത്താണെന്നാണ് ഭൂരിപക്ഷവും പറഞ്ഞത്. 1677 വസബത്ത് ഉമറ, ഉമർ ഖത്താബിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അന്നഹു കാന യുഅല്ലിമുൻ നാസ്, ഉമർ ഖത്താബ് ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഫിൽ ഇസ്തിഫ്താഹ്, ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക് എന്നത് ഉമർ ഖത്താബ് ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. ഇബ്നു അബി ഷൈബ റഹിമഹുള്ളയാണ് ഉദ്ധരിച്ചത്. ഇമാം മുസ്ലിമും മറ്റൊരു കൂട്ടത്തിൽ ഇത് ഉദ്ധരിച്ച് പോന്നിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പ്രത്യേകമായി പ്രാർത്ഥനയായി പഠിപ്പിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ വ്യത്യസ്തമായ ദുആകൾ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇനി ഇത്ര ഒരുപാട് ദുആ ഉണ്ടാകുമ്പോൾ നാം ചെയ്യേണ്ടതെന്ത്? ഫയുസ്തഹബ് ലിൽ മുസല്ലി, ഫയുസ്തഹബ് അപ്പോൾ സുന്നത്താണ്, ലിൽ മുസല്ലി നിസ്കരിക്കുന്ന ഒരാൾക്ക് സുന്നത്താണ്. എന്ത് സുന്നത്താണ്? അൻ യഖറഅ, അവൻ പ്രാർത്ഥിക്കൽ ചൊല്ലൽ ജമീഅൽ ഇസ്തിഫ്താഹാത്തി സാബിതതി, സ്ഥിരപ്പെട്ട ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന എല്ലാം നിർവഹിക്കുക. എങ്ങനെ? ഫയഖറഉ, അപ്പോൾ അവൻ ചൊല്ലണം, ഫീ സ്വലാത്തിൻ, ഒരു നിസ്കാരത്തിൽ അഹദുൽ ഇസ്തിഫ്താഹാത്ത്, ഒരു പ്രാർത്ഥന ചൊല്ലുക. വഫീ സ്വലാ വയഖറഉ ഫീ സ്വലാത്തിൽ ഉഖറ, മറ്റൊരു നിസ്കാരത്തിൽ ചൊല്ലുക ദുആ ഇസ്തിഫ്താഹിൻ ആഖറ, മറ്റൊരു പ്രാർത്ഥന അയാൾ നിർവഹിക്കുക. വഹാകദ, ഇപ്രകാരം ചെയ്യൽ അയാൾക്ക് സുന്നത്താകുന്നു. വഹാദാ മദ്ഹബു അഹ്ലുൽ ഹദീസ്, ഇതാണ് അഹ്ലുൽ ഹദീസിൻ്റെ നിലപാട്. മുമ്പും പറഞ്ഞു. കാരണം എന്താണ്? സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന എല്ലാം പ്രാവർത്തികമാക്കിയവനാകാൻ വേണ്ടിയാകുന്നു അത്. അഹ്ലുൽ ഇൽമി, എന്നാ പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട്, അലാ അന്ന ജമീഅ ഹാദിൽ ഇസ്തിഫ്താഹാത്തി, ഈ പ്രാർത്ഥന മുഴുവനും തന്നെ സായിഗത്തുൻ,
ഇതെല്ലാം പറ്റുന്നതാണ് എന്നും പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ചെല്ലാലും മതി. ഇന്നലെ ചെല്ലാവൂ, മറ്റൊരാളെ ചെല്ലാവൂ എന്നില്ല. ഇതൊക്കെ നബിതങ്ങൾ നിസ്കാരം ആരംഭിക്കുമ്പോൾ ചൊല്ലിയതാണ്. അതുകൊണ്ട് ഇതിൽ ഏത് പ്രാർത്ഥനയും ഏത് നിസ്കാരത്തിനും ഒരാൾക്ക് പറ്റുമെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. അപ്പോൾ തഹജ്ജുദ് പ്രാർത്ഥിച്ചു, അത് ഫർദ് പറ്റോ? പറ്റും. ഫർദ് പ്രാർത്ഥിച്ചോ തഹജ്ജുദ് പറ്റോ? പറ്റും. സുന്നത്തിന് പറ്റോ? പറ്റും. അപ്പോൾ ഏത് പ്രാർത്ഥനയും എവിടെയും ഒരാൾക്ക് ചെല്ലാം എന്നത് സ്ഥിരപ്പെട്ട ഇജ്മാ ഉള്ള കാര്യമാണ്. എന്നാൽ ലാ യുശ്റഉ ശർആക്കപ്പെടുകയില്ല ലിൽ മുസല്ലി, നിസ്കരിക്കുന്ന ഒരാൾക്ക് ശർആക്കപ്പെടുകയില്ല അൻ യഅതിയ ഫീ സ്വലാത്തിൻ വാഹിദത്തിൻ, ഒറ്റ നിസ്കാരത്തിൽ തന്നെ നിർവഹിക്കുക ബിജമീഇ ഹാദിൽ അദ്കാർ, അതെല്ലാം കൂടി ഒരു നിസ്കാരത്തിൽ കൊണ്ടുവരിക എന്നത് ശർആക്കപ്പെട്ടതല്ല. കമാ ലാ യുശ്റഉ അൻ യജ്മഅ ബൈനഹാ ഫീ സീഗത്തിൻ മുറക്കബത്തിൻ മിൻ ജമീഇ ഔ അക്സരി അൽഫാദിഹാ, അതേപോലെ ഇതിനൊക്കെ പകുതി എടുത്തിട്ട് പുതിയത് ഉണ്ടാക്കി, ഒരു ഭാഗം അടുത്തുനിന്ന് വേറൊന്ന്, അടുത്തുനിന്ന് ഒക്കെ പാടം മിക്സ് ചെയ്തിട്ട് അയാൾ പുതിയതുണ്ടാക്കി, അതും ശർആക്കപ്പെട്ടതല്ല. അത് കാരണം എന്താണ്? അതൊന്നും സുന്നത്തിൽ അങ്ങനെ വന്നിട്ടില്ല. ഇത് ചൊല്ലിന് വന്നു, മറ്റു ചൊല്ലിന് വന്നു, എന്നാൽ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു നിസ്കാരത്തിൽ ചൊല്ലിന് വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഷറഈ അങ്ങനെ നിയമമുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടി. അല്ലാഹു അഅലം. ബൽ ഇന്ന ദാലിക, ഒരാൾ അങ്ങനെ ചെയ്താൽ ഏത് എല്ലാം കൂടി മുറിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പുതിയ ദുആകൾ ഉണ്ടാക്കിയെങ്കിൽ ഇന്ന ദാലിക മുബ്തദഉൻ, അത് എന്താണ്? പുതിയതാണ്, ബിദ്അത്താണ്. മുഖാലിഫുൻ ലിവാജിബി ഫി സുന്ന, സുന്നത്തിൽ വന്നതിന് എതിരുമാണ്. വൽ മശ്റൂഉൽ മുവാഫിഖ് ലിസുന്ന അൻ യഖ്തസിൽ മുസല്ലി അലാ അഹദി ഹാദിഹിൽ അദ്കാർ, ഏതെങ്കിലും ഒന്നിൽ പരിമിതപ്പെടുക എന്നതാണ് സുന്നത്തോട് കൂടുതൽ യോജിക്കുന്ന രീതി. ഏതെങ്കിലും ഒന്ന് ചൊല്ലുക, വാടസ്കാരത്തിൽ വാട ചൊല്ലുക, വാടസ്കാരത്തിൽ വാട ചൊല്ലുക, അതാണ് സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന രീതി. 1680 മസ്അല, ലാ യുസ്തഹബ്ബുൽ ജഹ്റു ബിൽ ഇസ്തിഫ്താഹ്, ഇസ്തിഫ്താഹ് ഉറക്കയാക്കൽ സുന്നത്തില്ല, പതുക്കെയാണ് ചൊല്ലേണ്ടത്. വഹാദാ ഖൗലു ആമത്തി അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരുടെ പൊതുവേ ഉള്ള അഭിപ്രായം അതാകുന്നു. ഫാത്തിഹ ഉറക്കോതാൻ പറഞ്ഞു, സൂറത്തുകൾ തിരസ്കാരത്തിൽ ഉറക്കോതാൻ പറഞ്ഞു എന്നതുപോലെ ഇസ്തിഫ്താഹ് ഉറക്കോതലില്ല, അത് പതുക്കെ ഓതലാണ് സുന്നത്ത്. കാരണം നബിതങ്ങൾ അതങ്ങനെ ഉറക്കെ ചൊല്ലി എന്നെവിടെയും വന്നിട്ടില്ല. എന്നവിടെ ചൊല്ലിപ്പോയി തെറ്റാണോ? അല്ല. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ സ്വഹാബി ചൊല്ലി നബി ചോദിച്ചല്ലോ ആരാ പറഞ്ഞത്. അപ്പം അത് തെറ്റായ കാര്യമൊന്നുമല്ല, പക്ഷെ സുന്നത്ത് ഉറക്കെ ഓതലല്ല, പതുക്കെ ഓതലാണ്. ഇനി മറ്റൊരു മസ്അല, ഇദാ നസിയൽ മുസല്ലി, നിസ്കരിക്കുന്ന ആൾ മറന്നു അൽ ഇസ്തിഫ്താഹ്, ഇസ്തിഫ്താഹ് മറന്നു, ഔ തറക്കഹു, അല്ലെങ്കിൽ മറന്നല്ല ഒഴിവാക്കി, ഹത്താ ശർഅ ഫിൽ ഖിറാഅത്തി, അങ്ങനെ ഫാത്തിഹ ഓതാൻ ആരംഭിച്ചു. ഇസ്തിഫ്താഹ് പ്രാർത്ഥന മറന്നിട്ട് നേരെ ഫാത്തിഹ തുടങ്ങി, അല്ലെങ്കിൽ മറക്കാതെ തന്നെ ഇസ്തിഫ്താഹ് തിരക്കാൻ ചൊല്ലുന്നില്ല വിചാരിച്ചിട്ട് ഫാത്തിഹ ആരംഭിച്ചു എങ്കിൽ ലം യഉദ് ഇലൈഹി, പിന്നെ അതിലേക്ക് തിരിച്ചു വരാവതല്ല. ലിഅന്നഹു സുന്നത്തുൻ ഫാത മഹല്ലുഹാ, അത് സുന്നത്താണ്, ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥലത്ത് അത് നഷ്ടപ്പെട്ടു പോയി, ഇനി വേറെ സ്ഥലത്ത് ചെല്ല എന്നുള്ളത് ഇല്ല. ആ ഫാത്തിഹ തുടങ്ങിയാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നീക്ക് വരാൻ പറ്റുമോ? ഇല്ല. പ്രത്യേകിച്ച് ഫർളിലേക്ക് മുഴുകിക്കഴിഞ്ഞാൽ ഫർള് സുന്നത്തിലേക്ക് മടങ്ങുന്നില്ല. അപ്പോൾ മറക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്താൽ പിന്നെ അതിലേക്ക് മടങ്ങലില്ല. കാരണം ലിഅന്നഹു സുന്നത്തുൻ ഫാത മഹല്ലുഹാ, അത് സുന്നത്താണ്, ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അപ്പം അവിടെ ചൊല്ലിയ സുന്നത്തുകളാണ്, ഇസ്തിഫ്താഹാണ്, പ്രാരംഭമാണ്. അപ്പം അല്ലാത്ത കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ പ്രാരംഭമില്ല, തുടക്കത്തിൽ ചൊല്ലേണ്ട ദിക്റാണിത്. ആ തുടക്കം നഷ്ടപ്പെട്ടു, ഫാത്തിഹ തുടങ്ങി, ഇനി അയാൾ തുടങ്ങിയാലും അത് പ്രാരംഭമാവില്ലല്ലോ, അത് സ്ഥാനം കഴിഞ്ഞു പോയി, അതുകൊണ്ടില്ല. മറ്റൊന്ന് ഫർളിൽ മുഴുകിയാൽ പിന്നെ ഫർളിന് സുന്നത്തിലേക്ക് മടങ്ങൽ ഇല്ല എന്നാണ്. ഇനി ലാ യുശ്റഉ ഇസ്തിഫ്താഹു 1682, ഇസ്തിഫ്താഹ് ശറആക്കപ്പെടുകയില്ല ഫീ ഗൈരി റക്അത്തിൽ ഊലാ, ആദ്യ റക്അത്തിലല്ലാതെ. 2-3 റക്അത്തിലൊക്കെ ഇസ്തിഫ്താഹ് വേണോ ചോദിച്ചാൽ വേണ്ട, ആദ്യ റക്അത്തിലേ ഉള്ളൂ. ഫലൗ നസിയഹു ഫി റക്അത്തിൽ ഊലാ, ഒന്നാം റക്അത്തിൽ മറന്നാൽ ലം യുശ്റഅ ഫീമാ ബഅദഹാ മിൻ റക്അത്തി, ശേഷം റക്അത്തിലൊന്നും അതങ്ങനെ നിയമമാക്കപ്പെട്ടിട്ടില്ല. ലിഅന്നഹു സുന്നത്തുൻ ഫാത മഹല്ലുഹാ, കാരണം ആ സ്ഥാനം കഴിഞ്ഞു. നിസ്കാരത്തിൽ തുടക്കത്തിലാണ്, നിസ്കാരത്തിൽ തുടക്കം എന്നുള്ളത് ഒന്നാമത്തെ റക്അത്തിൽ കൃത്യമായി കിട്ടിയ ശേഷമാണ് തുടക്കം, അവിടെയാണ് സുന്നത്തുള്ളത്, അവിടെ ചൊല്ലിയിലെ അത് കഴിഞ്ഞു. ഇനി മറ്റൊരു മസ്അല, മസ്ബൂക്കിന് ഇത് വേണമെന്നാണ്.
നമ്മൾ വന്നപ്പോൾ ഇവിടെ ഇമാമസ്കാരം തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ ഇടയൊന്ന് കയറുകയാണ്. അപ്പോൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ടോ? യുസ്തഹബ്ബു സുന്നത്താണ് ഇതിൽ മസ്ബൂഖി, വൈകി വരുന്നവനും പിന്തി തുടരുന്നവന് ഇസ്തിഫ്താഹിന്റെ ദിക്ർ ചൊല്ലൽ ഫി അവ്വലി റക്അത്തിൽ, ആദ്യ റക്അത്തിൽ യുദ്രിക്കുഹാ മഅൽ ഇമാം, ഇമാമിൻ്റെ കൂടെ അവന് ലഭിക്കുന്ന ആദ്യ റക്അത്ത് ഏതാണോ അതിൽ. ഇമാം ചിലപ്പോൾ രണ്ടാമത്തെ റക്അത്താവും, മൂന്നാമത്താവും, നാലാമത്താവും. നമ്മൾ ആദ്യം ഏതാണ് അതാണ്. ഇമാം 4 നമുക്ക് 1, അല്ലെങ്കിൽ ഇമാം 3 നമുക്ക് 1, എങ്കിൽ നമ്മുടെ ഒന്നാമത്തെ റക്അത്ത് അതാണ്. അതിൽ നമ്മൾ ഇസ്തിഫ്താഹ് ചൊല്ലൽ സുന്നത്താണ്. പക്ഷേ ഇദാലം യഖ്ഷ, ഭയപ്പെട്ടില്ലെങ്കിൽ ഇമാം, ഇമാം റുകൂഇലേക്ക് പോകുമെന്ന് ഖബ്ല ഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഇമാം റുകൂഇലേക്ക് പോകുമെന്ന് ഭയമില്ലെങ്കിൽ. ഇപ്പം ഇമാം സൂറത്ത് ഓതി അവസാനിക്കാറായിട്ടുണ്ട്, അപ്പോൾ നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഇസ്തിഫ്താഹ് ഓതാണെന്നുണ്ടെങ്കിൽ ഇസ്തിഫ്താഹ് പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഇമാം റുകൂഇലേക്ക് പോകും. അല്ലെങ്കിൽ ഇസ്തിഫ്താഹാണോ വേണ്ടത് ഫാത്തിഹയാണോ വേണ്ടത് വെച്ചാൽ ഫാത്തിഹയാണ് വേണ്ടത്. അപ്പോൾ ഇസ്തിഫ്താഹ് ഒഴിവാക്കി ഫാത്തിഹ തുടങ്ങുക. അല്ല, നമുക്ക് ഇസ്തിഫ്താഹൊക്കെ ഓതി എന്നാലും ഫാത്തിഹയും ഓതാൻ സമയം കിട്ടും. ഇമാം സൂറത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, നമ്മുടെ പതിവനുസരിച്ച് ഒരു 8-15 ആയത്തൊക്കെ ഓതലുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇസ്തിഫ്താഹ് ചൊല്ലി ഫാത്തിഹ ഓതാൻ സമയം കിട്ടും എന്നാണെങ്കിൽ അയാൾക്ക് സുന്നത്തുണ്ട്. ലിഅന്നമാ യുദ്രിക്കുഹു മഅൽ ഇമാമി ഹുവ അവ്വലു സ്വലാത്തിഹി, കാരണം ഇമാമിനെ കൂടെ അവന് ലഭിക്കുന്ന ഏതാണോ അതാണ് അവൻ്റെ നിസ്കാരത്തിൻ്റെ തുടക്കം. അപ്പം നിസ്കാരം ഇസ്തിഫ്താഹ് അല്ലേ, ഇവൻ്റെ ഇസ്തിഫ്താഹ് ഏതാണ്? ഓനെ എപ്പോൾ കിട്ടിയ അവിടെ നിന്ന് കണ്ടാണ്. ഇമാമ് നേരത്തെ തുടങ്ങി, അത് ഇവൻ്റെ ബാധിക്കുന്നില്ല. ഇനി ഇതാ അതൊക്കെ മസ്ബൂഖു അൽ ഇമാമ, മസ്ബൂക്കായി വന്നാൾ ഇമാമിനെ പ്രാപിച്ചത് ഫീ ഗൈരിൽ ഖിയാം, നൃത്തത്തിലല്ലാതെയാണ്. നേരെ വന്ന് സുജൂദിലേക്ക് ചേരുകയാണ്, അല്ലെങ്കിൽ റുകൂഇലേക്ക് ചേരുകയാണ്, ഇത്ലാലേക്ക് ചേരുകയാണ് എങ്കിൽ ലം യുശ്റഅ ലഹു ഖിറാഅത്തുൽ ഇസ്തിഫ്താഹ്, അപ്പോൾ ഇസ്തിഫ്താഹിൻ്റെ പ്രാർത്ഥന അയാൾക്ക് സുന്നത്തില്ല. ലഅന്ന മഹല്ലഹു ഫീ അവ്വലി സ്വലാഹ്, കാരണം അതിന് സ്ഥാനം നിസ്കാരത്തിൻ്റെ ആരംഭത്തിലാണ്. ഇവൻ നേരെ തക്ബീറഹ്റാം ചൊല്ലിയിട്ട് നേരെ കൂടുന്നത് സുജൂദിലേക്കാണ്, അപ്പോൾ അവിടെ ഇനി ഇസ്തിഫ്താഹ് ഇല്ല. ഫഇദാ ശറഅ ഖബ്ല ഖിറാഅത്തിഹി, ഈ ദിക്റിന് മുമ്പ് അവൻ പ്രവേശിച്ചാൽ ഫീ റുകൂഇൻ ഔ സുജൂദിൻ ഔ ജുലൂസിൻ, റുകൂഇലോ സുജൂദിലോ ഇരുത്തത്തിലോ പ്രവേശിച്ചാൽ ഫഖദ് ഫാത മഹല്ലുഹു, അതിന് സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അത് പിന്നെ രണ്ടാമത് തിരിച്ചെടുക്കുക എന്നുള്ളത് ഇല്ല. അപ്പോൾ ഏതായാലും ഇസ്തിഫ്താഹിൻ്റെ ദിക്ർ സുന്നത്തായതാണ്. വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നബി ആവശ്യത്തിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. മിക്കവാറും റിപ്പോർട്ടുകളൊക്കെ ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച റിപ്പോർട്ടുകളാണ്. വ്യത്യസ്ത സ്വഹാബിമാരിൽ നിന്ന്, ആയിഷ ബീവിയിൽ നിന്ന്, ഇബ്നു അബ്ബാസിൽ നിന്ന്, അനസ് മാലിക്കിൽ നിന്ന്, അതേപോലെ ഖബ്ബാബിൻ അർത്തിൽ നിന്ന്, ഇങ്ങനെ പലരിൽ നിന്നായി ഈ റിവായത്തുകൾ ഇവിടെ ഉദ്ധരിക്കപ്പെട്ടു. അതുകൊണ്ട് അതൊക്കെ നബിയിലേക്ക് ചേർത്തി സ്ഥിരപ്പെട്ടു വന്നവയാണ്. അവ സുന്നത്താണ്. അതിൽ തനവ്വുഅ്, വ്യത്യസ്തമായ പ്രാർത്ഥന വ്യത്യസ്തമായ നിസ്കാരങ്ങളിൽ നിർവഹിക്കുക എന്നതും പ്രത്യേകമായി സുന്നത്തുള്ള കാര്യമാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ ഫസ്ൽ അവിടെ അവസാനിച്ചു. അടുത്തില്ലേ, ഇനി നമുക്ക് ഇസ്തിആദത്താണ്, അഊദു ബില്ലാഹ് എന്ന് ചൊല്ലൽ. അതിൻ്റെ ഹുക്കം എന്താണ്, അത് എങ്ങനെയാണ്, ഏതൊക്കെ ചൊല്ലാൻ പറ്റും? അഊദു ബില്ലാഹ് മാത്രം മതിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ആണോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മിനസ് സമീഉൽ അലീം അസ്സമീഉൽ അലീം എന്ന് വേണോ? അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് വേണോ? തുടങ്ങി വ്യത്യസ്തമായ ലഫ്ളുകൾ ഇസ്തിആദത്തിൽ വന്നിട്ടുണ്ട്. അതാണ് അടുത്തൊരു ബാബ്. ഈ പറഞ്ഞ പോലെ തന്നെ അത് ഇടയിൽ വന്നുണ്ടോ, എല്ലാ റക്അത്തിലും ഉണ്ടോ, എപ്പോൾ ഖുർആൻ ഓതുമ്പോഴുമുണ്ടോ, അതൊക്കെ ആ ചർച്ചയിൽ വരും ഇൻഷാ അല്ലാഹ്. പറ്റും, അയാൾക്ക് 4 അത് പൂർത്തിയായല്ലോ, അത് മതി. ഇമാം 5ലേക്ക് എണീക്കുമ്പോൾ നമുക്കും 5 നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ എണീക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ തുടക്കത്തിലേ വന്നു, നമുക്ക് ഉറപ്പാണ് 4ാമത്തെ റക്അത്താണ്. പക്ഷേ ഇമാമ് 3 നിലയ്ക്ക് ഇമാമ് വീണ്ടും എണീറ്റു, നമുക്ക് ബോധ്യമുണ്ട് ഇത് 5ാമത്തെ റക്അത്തൊക്കെ എണീക്കുന്നത് എങ്കിൽ എണീക്കാൻ പാടില്ല, ഉറപ്പുണ്ടെങ്കിൽ. അപ്പം അത്തഹിയ്യാത്തിലിരിക്കുക, സലാം വിട്ടത് കാത്തിക്കുക, ഇമാം അതും കഴിഞ്ഞ് തിരിച്ച് വന്ന് അത്തഹിയ്യാത്തും ചൊല്ലി ഇമാം സലാം വിട്ടുമ്പോൾ ഇമാമിനെ കൂടെ സലാം വിട്ടുക. കാരണം ഈ റക്അത്ത് അധികമാണെന്ന് നമുക്ക് ഉറപ്പുണ്ട്, നമുക്ക് മറവില്ല. നമുക്ക് സംശയം വന്നാലോ ഓക്കെ നമുക്ക് കയറാം, നമുക്ക് സംശയമില്ല 4 റക്അത്ത് പൂർത്തിയായി 5ാമത്താണ് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇമാമിന് സംശയമാണ് 3ആണോ 4ആണോ. അപ്പോൾ ഇമാമ് സ്വാഭാവികമായിട്ടും എണീക്കും, തസ്ബീഹ് ചൊല്ലി നോക്കി ഇമാം ഇരിക്കുന്നില്ല എങ്കിൽ നമ്മൾ എണീക്കാൻ പാടില്ല, നമ്മളവിടെ ഇരിക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാം, ഇമാമിൻ്റെ മറവിക്ക് നമുക്കും കൂടെ കൂടാം.
അപ്പോൾ അവിടെ നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കുന്നു, ഇമാമിനെ കാത്തിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് സലാം വിട്ടിട്ട് ഇമാമെ പിരിഞ്ഞ് പോകാം. നമ്മൾ അത്തഹിയാത്തിൽ ഇരുന്ന് നമ്മൾ സലാം വിട്ട് ഇമാമെ പിരിയുന്നതിന് ഏറ്റവും പോകാം. ഏറ്റവും അഫ്ദൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നു, ദുആകൾ വർദ്ധിപ്പിക്കുന്നു. ഇമാം ആറക്കാലത്തും കഴിഞ്ഞ് വന്ന് അത്തഹിയാത്തും ചൊല്ലി ഇമാം സലാം വിട്ടുമ്പോൾ ഇമാമിനെ കൂടെ സലാം വിട്ടു. അതാണ് കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത്. തസ്ബീഹ് ചൊല്ലണം. ഇമാം ഓർമ്മയാകുന്നില്ല, സലാം വിട്ടോടെ നമുക്ക് ബാക്കി സ്കരിക്കാം. അല്ല നമ്മളതിന് കൂടെ സലാം വീട്ടി ഉടനെ ഇമാമിനെ ഓർമ്മയാക്കി ഇമാമ എഴുന്നേറ്റ് സ്കരിച്ചു സ്കരിക്കാം. ഇല്ലേ നമുക്ക് മുന്നേ ഇങ്ങനെ പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഇമാമ സലാം വിട്ട് എണീക്കുന്നു, 4ാമത്തെ റക്അത്ത് അവിടെ പൂർത്തിയാക്കുന്നു. കാരണം നമുക്ക് ഫുള്ളെല്ലാം ഉറപ്പുള്ളൂ. 4 റക്അത്തിൽ 3 സലാം വിട്ടാണ് എങ്കിൽ നമുക്ക് 3 മതി എന്ന് പറയാൻ പറ്റില്ല. അവിടെ 4 വേണം. ആ സലാം വിട്ട ഉടനെ ഇമാമിനോട് ഓർമ്മയാക്കി ഇമാമ അപ്പത്തെ സമ്മതിച്ചാൽ വേഗം എണീറ്റ് സ്കരിക്കാം. അപ്പോൾ ആരും ഉണ്ടില്ല, ഒക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ പോയി ചെരുപ്പൊക്കെ ഇട്ട് ചായ അടിച്ചപ്പോഴാണ് പറഞ്ഞത് ഇന്നിപ്പോൾ എന്താ റക്അത്ത് സ്കരിച്ചില്ലല്ലോ. നിങ്ങൾ അപ്പം പറയണ്ടേ, അപ്പം വന്ന് ഉറക്കെ നിസ്കരിച്ചാൽ മതിയോ? പോരാ. അപ്പം 2ാമത് നിസ്കാരം മടക്കി നിസ്കാരം. നബി നിങ്ങൾ 4 നിസ്കാരം 2 സലാം കിട്ടി. 4 നിസ്കാരത്തിന് നബിക്ക് ഒരിക്കൽ 2 സലാം കിട്ടി. അപ്പോൾ സ്വഹാബിയുടെ സലാം കിട്ടി. കാരണം വഹി വരുന്ന കാലമാണല്ലോ. ഒരു പക്ഷേ നിസ്കാരം ചുരുക്കിയോ വഹി വരുന്നുണ്ടാവാം, അറിയില്ലല്ലോ. സലാം വീട്ടിയപ്പോൾ സ്വഹാബിയോട് ചല്ല നബി എന്താ അത് നിസ്കാരം ചുരുക്കി വല്ല വഹയും വന്നോ അതല്ല നിങ്ങൾ മറന്നതാണോ ചോദിച്ചു. നബി ഞാൻ മറന്നിട്ടുമില്ല, വഹി വന്നിട്ടില്ല. അപ്പം നബിക്ക് ഉറപ്പാണ് 4 ആയിക്കണമെന്ന്. നബിൻ്റെ ബോധ്യം 4 ആയിട്ടുണ്ടെന്നാണ്. മറന്നിട്ടുമില്ല, ചുരുക്കിയിട്ടുമില്ല. എന്നാൽ ശരിയല്ല, നിങ്ങൾ 2 സ്കെച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2 സ്കെച്ചിലുള്ളൂ ഉറപ്പില്ല. അപ്പം എല്ലാവരും നബി 2 സ്കെച്ചിലുള്ളൂ. അപ്പോൾ വേഗം എഴുന്നേറ്റു, 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് നബി പറഞ്ഞു ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് ഉള്ളതുപോലെ എനിക്കും മറവിയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ അവിടെ തസ്ബീഹ് ചെയ്യാണ് വേണ്ടത്. ആ മസല പഠിപ്പിച്ചു കൊടുത്തപ്പോടെ അതവിടെ കിട്ടി. അപ്പം അങ്ങനെ ഉടനെയാണെങ്കിൽ അധികം ഇടവേള വന്നിട്ടില്ലെങ്കിൽ അവന് ഉടനെ സ്കെച്ചാൽ മതി. അധികം എന്നുള്ളത് ഉറുഫിലേക്ക് മടങ്ങാം. അധികം ഇപ്പം എത്ര 1 മിനിറ്റാണോ 2 മിനിറ്റാണോ അങ്ങനെ കണക്ക് കഴിയാം. സാധാരണഗതിയിൽ സലാം വീട്ടി മറ്റ് സംസാരമൊന്നും ഉണ്ടായിട്ടില്ല. സലാം വിട്ട് ഉടനെ അവിടെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇമാമ വേഗം മനസ്സിലായി വേണ്ട എണീക്കുകയാണെങ്കിൽ ആ ബാക്കി സ്കരിച്ചാൽ മതി. ചെറിയ സംസാരിക്കാൻ കുഴപ്പമില്ല, ചെറിയ സംസാരിക്കുകയാണെങ്കിൽ. അതേസമയം അവിടെ കഴിഞ്ഞിട്ടൊക്കെ പോയി സുന്നത്തൊക്കെ സ്കരിച്ച് ഒന്ന് പുറത്തൊക്കെ പോയി പിന്നെയാണ് പറയണത് ഇന്നിപ്പോൾ ഇങ്ങനെ ഉണ്ടായല്ലോ എന്ന്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പ് അവിടെ വന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയില്ല, തുടർച്ച മുറിഞ്ഞു. തുടർച്ച മുറിയാതിരിക്കുക എന്നതാണ് അതിൻ്റെ ഒരു ബേസ്. അങ്ങനെ തുടർച്ച മുറിയുമാറ് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ 2ാമതാം നിസ്കാരം മടക്കി നിസ്കരിക്കുക. കാരണം 1 റക്അത്ത് കുറഞ്ഞാൽ നിസ്കാരം സ്വഹിയാവില്ല. അപ്പോൾ ആ നിസ്കാരം 2ാമത് മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. വല്ലാഹു അഅലം. ഓക്കെ. അതെ, 2 വഴിയും പറ്റും. നമ്മൾ 4ാമത്തെ റക്അത്തിൽ അത്തഹിയാത്തിൽ ഇരുന്നു, ഇമാം 5ലേക്ക് എഴുന്നേറ്റു. നമുക്ക് വേണമെങ്കിൽ അത്തഹിയാത്ത് പൂർത്തിയാക്കി ഇമാമിനെ പിരിയുന്നു എന്ന നിയത്തോടു കൂടി സലാം വിട്ടി പോകാം. കൂലി കുറച്ച് കുറയും, കൂലി അല്പം കുറയും. അതാണ് പറഞ്ഞത് അഫ്ദലായത് എന്താണ്, അവിടെ ഇരിക്കുന്നു, അത്തഹിയാത്ത് ദുആകൾ വർദ്ധിപ്പിക്കുന്നു. ഇമാമ് വന്ന് അത്തഹിയാത്തും പൂർത്തിയാക്കി ഇമാമ് സലാം വിട്ടുമ്പോൾ കൂടെ സലാം വിട്ടുന്നു. അപ്പോൾ പൂർണ്ണമായും നമുക്ക് ഇമാമിനൊപ്പം കിട്ടി എന്നത് വരികയും ചെയ്യും. അതെ, സർവീസ് ഇമാം ചെയ്താൽ കൂടെ നമുക്ക് ചെയ്യുമാവാം. ഉടനെയാണെങ്കിൽ പറ്റും, ഉടനെയാണെങ്കിൽ തിരിച്ചു വരാൻ പറ്റും. അല്ല, എണീറ്റു നൃത്തത്തിലേക്കാണ്, ഫാത്തിഹ തുടങ്ങിയിട്ടില്ല, നൃത്തത്തിലേക്കാണ് എത്തുന്നുള്ളൂ. അപ്പോഴേക്കും ഇമാമിന് ഓർമ്മയായി തിരിച്ചു വരാം, അതിന് കുഴപ്പമില്ല. സുജൂദ് ചെയ്യണം. മറവി സംഭവിച്ചാൽ സുജൂദ് ചെയ്യണം. ഉണ്ട്. സ്കാത്തിൽ മറവി സംഭവിച്ച സുന്നത്തിലാണെങ്കിലും സഹിബിനെ സുജൂദ് ഉണ്ട്. സഹിബിനെ സുജൂദ് സുന്നത്താണ്, അത് നിർബന്ധമില്ല. സഹിബിനെ സുജൂദ് സുന്നത്താണ്. വല്ലാഹു അഅലം. സുന്നത്തിലുണ്ട്. അത് നബി ഈ പറഞ്ഞ നബി തഹജ്ജുദിലാണ് നബിനെ പ്രത്യേകിച്ച് വന്നത്. അല്ലാത്തതിന് പ്രത്യേകിച്ച് നബി ഇന്നത് വലിയ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ബാഴിദ് ബൈനി പറ്റും. നബി സാധാരണ പതിവാക്കൽ ബാഴിദ് ബൈനിയാണ്. ഫർദുകൾ നബി പതിവാക്കൽ അതാണ് ബാഴിദ് ബൈനി എന്നുള്ള പ്രാർത്ഥനയാണ്. മറ്റേ തഹജ്ജുദ് ആകുമ്പോൾ നബി ഒന്നെങ്കിൽ വജ്ഹത്ത് ചൊല്ലും, അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞ അല്ലാഹു റബ്ബ ജബ്രായിൽ ഉമൈക്കായി എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. എന്നാൽ പലപ്പോഴും നബി മറ്റു പലതും ചൊല്ലിയിട്ടുണ്ട്. അതാണ് സാധാരണ നബിൻ്റെ പതിവ്. ബാഴിദ് ബൈനി എന്ന പ്രാർത്ഥന ഫർദിൽ നിർവഹിക്കുന്നു. വജ്ഹത്തു നബി സാധാരണ തഹജ്ജുദിലും ഒക്കെയാണ് നിർവഹിക്കാറുള്ളത്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഏത് പ്രാർത്ഥന ഏത് നിസ്കാരത്തിലും മഷ്റൂ ആണ്, കാരണം നബിനെ സ്ഥിരപ്പെട്ട് വന്നു. അതുകൊണ്ട് ഫർദല്ല, നിർബന്ധമില്ല. അതുകൊണ്ട് അതും മറന്നു പോയാൽ ഒന്നുമില്ല. സബിനെ സുജൂദും മറന്നു,
പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ നിസ്കാരത്തിന് കോട്ടമൊന്നും സംഭവിക്കുകയില്ല. ഫർള് നഷ്ടപ്പെട്ടാണെങ്കിലോ സുജൂദ് പോലെതാനും. മറവി സംബന്ധിച്ച് ഫർളിലാണ്, ഇപ്പോൾ ഒരു സുജൂദ് കഴിഞ്ഞ് എണീറ്റു, രണ്ടാം സുജൂദ് ചെയ്യാതെ ഒറ്റ സുജൂദ് എണീറ്റു, ഞാൻ അവസാനം സൈബിൽ സുജൂദ് ചെയ്യാൻ മതിയോ? പോരാ. ഒരു സുജൂദ് പോയാൽ ആ റക്അത്ത് പോവും. അപ്പോൾ ആ റക്അത്ത് വീണ്ടെടുക്കാം. ഉടനെ ആണെങ്കിൽ സുജൂദ് വീണ്ടെടുക്കണം. അല്ല, എണീറ്റ് നിന്നിട്ട് ഫാത്തിഹ തുടങ്ങി എങ്കിൽ തിരിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ ആ റക്അത്ത് പരിഗണിക്കാതെ ഒരു റക്അത്തും കൂടി എക്സ്ട്രാ നിസ്കരിക്കണം. അവസാനം സുജൂദ് ചെയ്യുകയും വേണം. അതിൽ പിന്നെ ഖിലാഫുണ്ട്. കാരണം ഒറ്റ നിസ്കാരം എന്ന വകുപ്പിൽ ഒരു നിസ്കാരത്തിനെ നമ്മൾ വിഭജിച്ചതാണല്ലോ. സലാം കൊണ്ട് തറാവീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്വാസത്തിന് വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടതാണ്. അപ്പോൾ ഒറ്റ നിസ്കാരത്തിൻ്റെ ഹുക്മ് എടുക്കുന്നത് കൊണ്ട് തുടക്കത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലുകയും ബാക്കി ഒന്നിലും അതില്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞവരുണ്ട്. അതേസമയം തക്ബീർ കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുമ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി പുതിയ നിസ്കാരം ഒന്നാണെങ്കിലും പുതിയ റക്അത്തോടെ ആരംഭിക്കുകയാണ്. അപ്പോൾ വീണ്ടും തക്ബീർ സലാം ചൊല്ലുന്നു, വീണ്ടും നമ്മൾ എല്ലാം ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ അത് ഒറ്റ നിസ്കാരമാണെങ്കിലും രണ്ട് നിസ്കാരത്തിൻ്റെ ഹുക്മിലാണ്. അതിനാൽ എല്ലാത്തിലും ഇസ്തിഗ്ഫാർ സുന്നത്താണ് എന്ന് പറഞ്ഞവരും ഉണ്ട്. അത് ഇന്നത് ശരി മറ്റു തെറ്റ് പറയാൻ നമുക്ക് കഴിയില്ല. വല്ലാഹു അഅലം. ഓക്കെ, അൽഹംദുലില്ലാഹ് ഖൈർ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അള്ളാഹു അമലാക്കി മാറ്റാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.